കഥ തുടരുന്നു. ഡിറ്റക്റ്റീവ് ഫ്രാൻസിസിനെയും കൊണ്ടുപോയ കാർ വളരെ ദൂരം പിന്നിട്ട് കഴിഞ്ഞിരുന്നു. 5 മിനിറ്റിനുള്ളിൽ സ്റ്റേഷനിലെത്തുന്ന വണ്ടി ഇന്നെന്താണ് 10 മിനിറ്റ് കഴിഞ്ഞിട്ടും സ്റ്റേഷനിലെത്താത്തതെന്ന് ഫ്രാൻസിസ് അത്ഭുതപ്പെട്ടു. അദ്ദേഹം കാറിന് വെളിയിലേക്ക് നോക്കി. സ്റ്റേഷനിലേക്കുള്ള പാതയിലൂടെയല്ല കാർ സഞ്ചരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോഴാണ് അദ്ദേഹം ഡ്രൈവറെ ശ്രദ്ധിച്ചത്. പോലീസ് വേഷം ധരിച്ചിരുന്ന മനുഷ്യൻ്റെ മുഖം ഗൗരവം നിറഞ്ഞതായിരുന്നു. കാറിനുള്ളിൽ പ്രകാശമില്ലാതിരുന്നതിനാൽ മുഖം വ്യക്തമായി കാണുന്നതിനും സാധിച്ചില്ല. ഇരുവശത്തുമുള്ള കെട്ടിടങ്ങളെ പിന്നിലാക്കിക്കൊണ്ട് കാർ വേഗം പായുകയാണ്. തൻ്റെ മുൻപിലിരുന്ന് കാർ ഓടിക്കുന്ന മനുഷ്യനെ ഫ്രാൻസിസ് സൂക്ഷ്മതയോടെ നോക്കി. അയാളുടെ ബെൽറ്റിലെ ഇസഡ് എന്ന അക്ഷരം പ്ലാറ്റിനം പോലെ തിളങ്ങുന്നത് അദ്ദേഹം കണ്ടു. താൻ തസ്കരന്മാരുടെ പിടിയിലാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. കാർ അവരുടെ സങ്കേതത്തിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. ഏത് സമയത്തും അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട്. കാറിൽ നിന്നും രക്ഷപ്പെടണം, അദ്ദേഹം തീരുമാനിച്ചു. ഡ്രൈവറെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ അജ്ഞാത സങ്കേതത്തെ പറ്റിയുള്ള തെളിവുകൾ കിട്ടിയേക്കും, അദ്ദേഹം കരുതി. ഒരക്ഷരം പോലും ഉരിയാടാതെ ആ പോലീസുകാരൻ കാർ ഓടിക്കുകയാണ്. ഡിറ്റക്റ്റീവ് ഫ്രാൻസിസ് കോട്ടിനുള്ളിൽ നിന്നും റിവോൾവർ പുറത്തെടുത്തു. അത് ഡ്രൈവറുടെ തലയ്ക്ക് നേരെ നീണ്ടു. കാർ നിർത്തൂ, അല്ലെങ്കിൽ പുകച്ചു കളയും. ഫ്രാൻസിസിൻ്റെ ശബ്ദം കാറിൽ മുഴങ്ങി. എന്നാൽ ഡ്രൈവർ ആ ശബ്ദം കേട്ടതായി ഭാവിച്ചില്ല. അയാൾ ആക്സിലേറ്ററിൽ കാലമർത്തി ചവിട്ടുകയാണ് ചെയ്തത്. ഫ്രാൻസിസ് റിവോൾവർ അയാളുടെ തലയിൽ മുട്ടിച്ചുകൊണ്ട് കാർ നിർത്താൻ വീണ്ടും ആജ്ഞാപിച്ചു. എന്നാൽ ഡ്രൈവർ കുലുങ്ങിയില്ല. ചെവി കേൾക്കാത്ത ഒരുവനെ പോലെ അയാൾ കാർ ഓടിച്ചുകൊണ്ടിരുന്നു. ഫ്രാൻസിസ് ആകെ കുഴങ്ങി. ഇനി എന്ത് ചെയ്യും? ഇവനെ കൊല്ലരുത്. കൊല്ലാതെ ഇവനെ കീഴ്പ്പെടുത്തി രഹസ്യങ്ങൾ ചോർത്തിയെടുക്കണം. ഫ്രാൻസിസ് റിവോൾവർ കോട്ടിനുള്ളിൽ തിരുകി. കാർ വളരെ വേഗം പായുകയാണ്. ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അകലെ ഒരു മഞ്ഞ പ്രകാശം മിന്നിമറയുന്നത് അദ്ദേഹം കണ്ടു. ഹാ! ഫ്രാൻസിസിൻ്റെ ശക്തിയായ ഒരു താടനമേറ്റ് ഡ്രൈവർ സീറ്റിലേക്ക് മറിഞ്ഞു വീണു. ഫ്രാൻസിസ് വേഗം കാർ നിർത്തി. സൂട്ട് കേസിൽ നിന്നും ക്ലോറോഫോം എടുത്ത് തൂവാലയിൽ മുക്കി അയാളെ മണപ്പിച്ചു. അയാൾ അബോധാവസ്ഥയിലേക്ക് വീണു. ഫ്രാൻസിസ് കാർ തിരിച്ചു. കാർ നേരെ സ്റ്റേഷനിലേക്ക് വിട്ടു. ആരോ തന്നെ പിന്തുടരുന്നതായി അദ്ദേഹത്തിന് തോന്നി. ഒരു കാറിൻ്റെ പ്രകാശം അങ്ങകലെ കാണുന്നുണ്ട്. അദ്ദേഹം ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടി. കാർ പൂർവാധികം വേഗതയിൽ മുന്നോട്ട് കുതിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ആ പ്രകാശം കണ്ടില്ല. മിനിറ്റുകൾക്ക് ശേഷം ആ കാർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിന്നു. ഒരു കാർ സ്റ്റേഷന് മുൻപിൽ വന്നു നിന്നപ്പോൾ ഇൻസ്പെക്ടർ വേഗം ഇറങ്ങി വന്നു. ആഗതൻ ഡിറ്റക്റ്റീവ് ഫ്രാൻസിസ് ആണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം അളവറ്റ് സന്തോഷിച്ചു. ഫ്രാൻസിസിനെ എന്തെങ്കിലും അപകടം സംഭവിച്ചു കാണുമെന്നാണ് അദ്ദേഹം കരുതിയത്. താങ്കളെ തിരിച്ചു കെട്ടുമെന്ന് ഞാൻ കരുതിയില്ല. താങ്കൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ഫ്രാൻസിസിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇൻസ്പെക്ടർ പറഞ്ഞു. പറയാം, ഇവനെ ഒരു മുറിയിലിട്ട് പൂട്ടുക. ബോധം വീണ്ടും കിട്ടുമ്പോൾ ഇവനിൽ നിന്ന് എന്തെങ്കിലും തെളിവുകൾ നമുക്ക് കിട്ടും. ഫ്രാൻസിസ് കാറിൽ മയങ്ങിക്കിടക്കുന്ന പോലീസ് വേഷം ധരിച്ച തസ്കരനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു. അയാളെ മുറിയിലിട്ട് പൂട്ടാൻ ഇൻസ്പെക്ടർ പോലീസുകാർക്ക് കൽപ്പന കൊടുത്തു. 2 പോലീസുകാർ അയാളെ കാറിൽ നിന്നെടുത്ത് ഒരൊഴിഞ്ഞ മുറിയിലിട്ട് പൂട്ടി. ഇൻസ്പെക്ടർ 2 പേരെ മുറുക്കി കാവലായി നിർത്തി. താങ്കളുടെ സഹോദരി ദുഃഖിതയായിട്ടിരിക്കുകയാണ്. രക്ഷപ്പെട്ട വിവരം അവളെ അറിയിക്കൂ. ഞാൻ കൊള്ളക്കാരുടെ കയ്യിൽപ്പെട്ടുവെന്ന് നിങ്ങളറിഞ്ഞത് എങ്ങനെയാണ്? ഞാൻ പോയ ശേഷമാണോ നിങ്ങളുടെ കാർ ചെന്നത്? അതെ. ഫ്രാൻസിസ് ഫോണിനടുത്തേക്ക് നടന്നു. താൻ രക്ഷപ്പെട്ടുവെന്നും അതിനാൽ വ്യാകുലപ്പെടേണ്ടെന്നും അദ്ദേഹം സിൽവിയയെ അറിയിച്ചു. അതിനുശേഷം ഒരു സിഗരറ്റിന് തീ കൊളുത്തിക്കൊണ്ട് ഫ്രാൻസിസ് ഒരു കസേരയിലിരുന്നു. താൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് ഇൻസ്പെക്ടറോട് പറഞ്ഞു. കാർ സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ട് അവർ വെളിയിലേക്ക് ഇറങ്ങിച്ചെന്നു. അപ്പോൾ താൻ വന്ന ആ കാർ അകലേക്ക് പാഞ്ഞു പോകുന്നതാണ് ഫ്രാൻസിസ് കണ്ടത്. ആ കാറിന് കാവൽ നിർത്താൻ കഴിയാതിരുന്നതോർത്ത് ഇൻസ്പെക്ടർ സ്വയം ശപിച്ചു. ഇനി ആ കാറിൻ്റെ പുറകെ പോയതുകൊണ്ട് പ്രയോജനമില്ലെന്ന് തോന്നിയതിനാൽ അതിനെ പിന്തുടരാൻ അദ്ദേഹം തയ്യാറായില്ല. ഫ്രാൻസിസ് ഡ്രൈവറെ ബന്ധിച്ചിരിക്കുന്ന മുറിയുടെ സമീപത്തേക്ക് നടന്നു. മുറിയുടെ മുൻപിൽ നിന്ന പോലീസുകാർ ഇരുവശത്തേക്ക് മാറി നിന്നു. അദ്ദേഹം ഒരു പോലീസുകാരൻ്റെ കയ്യിൽ നിന്നും താക്കോൽ വാങ്ങി മുറി തുറന്നു. മുറിയിലെ കാഴ്ച ഫ്രാൻസിസിനെ നിരാശനാക്കി. മുറിയുടെ മധ്യത്തിലായി ആ മനുഷ്യൻ കമിഴ്ന്നു കിടന്നിരുന്നു. വലതു കരത്തിൽ ഒരു കൈത്തൊക്ക് തലയോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അയാൾ സ്വയം മരിച്ചു കഴിഞ്ഞിരുന്നു. ഫ്രാൻസിസ് അയാളെ തിരിച്ചിട്ടു. അസഹനീയമായ വേദന സഹിച്ചതുപോലെ അയാളുടെ മുഖം വിളറിയിരുന്നു. ആ പുതിയ തരം കൈത്തോക്കിൽ നിന്നുള്ള മാരക വിഷത്തിൻ്റെ പാടുകൾ അയാളുടെ മുഖത്ത് തെളിഞ്ഞു കാണാമായിരുന്നു. ഫ്രാൻസിസ് അയാളുടെ വസ്ത്രങ്ങൾ പരിശോധിച്ചു. എന്നാൽ യാതൊന്നും അതിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചില്ല. ഇതേസമയം മുറിയിലേക്ക് കടന്നു വന്ന ഇൻസ്പെക്ടർ പെട്ടെന്ന് നിന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ആ ശവത്തിൻ്റെ മുഖത്ത് തറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് വിവിധ വികാരങ്ങൾ ഒരാക്രമണം തന്നെ നടത്തി. ഇയാൾ സ്വയം വെടിവെച്ചപ്പോൾ നിങ്ങൾ ശബ്ദം കേട്ടില്ലേ? ഇൻസ്പെക്ടർ കോപത്തോടെ പോലീസുകാരോട് ചോദിച്ചു. ഇല്ല, ഈ തോക്കുകൊണ്ട് വെടിവെച്ചാൽ ശബ്ദം കേൾക്കുകയില്ല, ഫ്രാൻസിസ് പറഞ്ഞു. ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ മുറിയിൽ തന്നെ വെച്ച് സ്ത്രീയെ സ്വർണ്ണപ്പൂശി കൊണ്ടുവന്ന ഡ്രൈവർ ആത്മഹത്യ ചെയ്ത അതേ സൈസ് തോക്കാണിത്. ഉടൻ ഡോക്ടറെ വിളിക്കൂ. ഇൻസ്പെക്ടർ അടുത്ത മുറിയിലേക്ക് പോയി ഡോക്ടർക്ക് ഫോൺ ചെയ്തു. വേഗം തന്നെ എത്താമെന്ന് ഡോക്ടർ സമ്മതിച്ചു. മുഖത്തെ വിയർപ്പ് കർച്ചീഫ് കൊണ്ട് തുടച്ചുകൊണ്ട് ഫ്രാൻസിസ് ആ മുറിയിലേക്ക് കയറി വന്നു. ഞാൻ വീട്ടിലായിരുന്നപ്പോൾ താങ്കൾ എന്തിനാണ് എന്നെ വിളിച്ചത്? ഒരു കസേരയിൽ ആസനസ്ഥനായിക്കൊണ്ട് ഫ്രാൻസിസ് ചോദിച്ചു. കൊല ചെയ്യപ്പെട്ട ഡിറ്റക്റ്റീവ് തോമസ് ജെഫേഴ്സനെ പറ്റിയും കത്തിക്കരിക്കപ്പെട്ട മാർട്ടിനെ പറ്റിയും കിട്ടിയ വാർത്ത ഫ്രാൻസിസിനെ ഞെട്ടിപ്പിക്കാതിരുന്നില്ല.
ഭീകര സംഭവങ്ങൾ ഒന്നിനൊന്ന് വർദ്ധിക്കുകയാണ്, അദ്ദേഹം മനസ്സിൽ പറഞ്ഞു. രാവിലെ തന്നെ വിശദവിവരങ്ങൾ നമുക്ക് കിട്ടും, ഇൻസ്പെക്ടർ പറഞ്ഞു. ഒരു കാറിൽ ഡോക്ടർ നെൽസൺ വന്നിറങ്ങി. ഇൻസ്പെക്ടർ അദ്ദേഹത്തെ ശവം കാണിച്ചു കൊടുത്തു. ഡോക്ടർ ശരീരം പരിശോധിച്ചു. പൊട്ടാസ്യം സയനൈഡ് തന്നെയാണല്ലേ ഡോക്ടർ? ഡിറ്റക്റ്റീവ് ഫ്രാൻസിസ് ചോദിച്ചു. അതെ, ഡോക്ടർ ശവത്തിൻ്റെ മുഖം ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു. ഈ ശവശരീരത്തിൽ നിന്നും നമുക്ക് വേണ്ട യാതൊരു തെളിവും ലഭിക്കുമെന്ന് തോന്നുന്നില്ല, ഫ്രാൻസിസ് നിരാശയോടെ പറഞ്ഞു. കിട്ടുമായിരുന്നു, ആ കാർ നമ്മുടെ കസ്റ്റഡിയിലുണ്ടായിരുന്നെങ്കിൽ. ആ കാറിനെ കാവൽ നിർത്താതിരുന്നതോർത്ത് ഇൻസ്പെക്ടർ വീണ്ടും പശ്ചാത്തപിച്ചു. പ്രഭാതത്തിൽ തന്നെ കാൻബറയിൽ നിന്നും മാർട്ടിനെ പറ്റിയുള്ള വിവരങ്ങൾ എല്ലാ സ്റ്റേഷനിലേക്കും അറിയപ്പെട്ടു. തോമസിനെ പറ്റി അറിയുന്നതിനായി ഡിറ്റക്റ്റീവ് ഫ്രാൻസിസ് വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടു. കസ്റ്റംസ് ഉദ്യോഗസ്ഥനായ ഹെൻറി തോമസിൻ്റെ മരണത്തിൽ ദുഃഖിതനാണ്. അദ്ദേഹം തോമസിനെ പറ്റിയുള്ള ഫ്രാൻസിസിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുത്തു. തോമസിൻ്റെ കൂട്ടത്തിൽ പച്ചക്കണ്ണട ധരിച്ച ഒരുവനും ഉണ്ടായിരുന്നെന്നും ഹെൻറി ഫ്രാൻസിസിനോട് പറഞ്ഞു. ഫ്രാൻസിസിൻ്റെ കൂടെ തന്നെ ഹെൻറിയും ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ശരീരമാസകല കുത്തുകളേറ്റ് മരിച്ചു കിടക്കുന്ന ആ യുവാവിനെ ഹെൻറിയും ഫ്രാൻസിസും ഒരു നോക്ക് കണ്ടു. സ്റ്റേഷനിലെത്തിയ ഫ്രാൻസിസിൻ്റെ കയ്യിൽ ഇൻസ്പെക്ടർ തോമസിൻ്റെ ബാഗ് കൊടുത്തു. അതിൽ രക്തത്തുള്ളികൾ ഉണങ്ങിപ്പിടിച്ചിരുന്നു. ഫ്രാൻസിസ് ബാഗ് തുറന്നു. അതിലെ വസ്ത്രങ്ങളും ഡയറികളും അദ്ദേഹം എടുത്തു നോക്കി. ഇതെല്ലാം കണ്ട ഹെൻറി ഒരു ശിലാപ്രതിമ പോലെ നിന്നുപോയി. അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ ചുളിവുകൾ വീണു. എന്തോ ഓർക്കാൻ ശ്രമിക്കുന്നതുപോലെ അദ്ദേഹം അനന്തതയിൽ നോക്കി നിന്നു. എന്താണ് താങ്കൾ ആലോചിക്കുന്നത്? ഫ്രാൻസിസ് ഹെൻറിയുടെ നേരെ നോക്കി. ഈ ബാഗ് തോമസിൻ്റെ തന്നെയാണോ? ഹെൻറിയുടെ നയനങ്ങൾ ആ ബാഗിൽ പരതി നടന്നു. അതെ, ഈ ഡയറി തന്നെ അദ്ദേഹത്തിൻ്റെതാണ്. എന്താണ്? ഈ ബാഗ് ഞാൻ വേറൊരാളുടെ കയ്യിൽ കണ്ടു. ഹെൻറി വിമാനത്താവളത്തിൽ വെച്ച് പരിശോധന നടത്തിയ ബാഗിനെക്കുറിച്ച് ഓർത്തു. ആരുടെ കയ്യിൽ? ആ പച്ചക്കണ്ണടയുടെ കയ്യിൽ. ഈ ബാഗ് ഞാൻ പരിശോധിച്ചതാണ്. അതെങ്ങനെ സംഭവിച്ചു? തോമസിൻ്റെ ബാഗ് മറ്റൊരാളുടെ കയ്യിൽ വരിക ചിലപ്പോൾ താങ്കൾക്ക് തോന്നിയതാവും. ആലോചിച്ച് നോക്കാനൊന്നുമില്ല. ഞാൻ പറഞ്ഞത് സത്യമാണ്. അനന്തതയിൽ കണ്ണു നട്ടുകൊണ്ട് ഹെൻറി പറഞ്ഞു. എങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ ബാഗ് തോമസിൻ്റെ കയ്യിൽ തിരിച്ചു കിട്ടിയത്? ഇൻസ്പെക്ടറാണത് ചോദിച്ചത്. താങ്കൾ വെറുതെ വിഡ്ഢിത്തരമൊന്നും എഴുന്നേൽക്കാതെ. ഫ്രാൻസിസ് എന്തോ ആലോചനയിൽ മുഴുകി. താങ്കൾ പച്ചക്കണ്ണടയുടെ ബാഗ് പരിശോധിച്ച സമയം തോമസിൻ്റെ കയ്യിൽ ബാഗുണ്ടായിരുന്നോ? അല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു. ഉണ്ടായിരുന്നു. 2 ബാഗിൻ്റെയും നിറം ഓർക്കുന്നുണ്ടോ? ആലോചിച്ച് പറഞ്ഞാൽ മതി. ക്ഷമിക്കണം, ഓർക്കുന്നില്ല. ഒന്ന് ചോദിക്കട്ടെ, താങ്കൾ തോമസിൻ്റെ കയ്യിലിരുന്ന ബാഗ് പരിശോധിച്ചില്ല അല്ലേ? ഒരു കുറ്റാന്വേഷണം പരിശോധിക്കേണ്ടതുണ്ടെന്ന് ഞാൻ കരുതിയിരുന്നില്ല. താങ്കൾ ചെയ്തത് തെറ്റായിപ്പോയെന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ എനിക്ക് ആ കൊലപാതകത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാകുന്നുണ്ട്. പച്ചക്കണ്ണട എന്ന് താങ്കൾ പറയുന്ന വ്യക്തി തീർച്ചയായും ഒരു മോഷ്ടാവായിരിക്കണം. പിടിക്കപ്പെടാതെ സൂക്ഷിക്കപ്പെടേണ്ട എന്തെങ്കിലും സാധനങ്ങൾ അയാളുടെ ബാഗിൽ ഉണ്ടായിരുന്നിരിക്കണം. അതിനാലാണ് തോമസിൻ്റെ ബാഗ് അയാൾ മാറ്റിയത്. തോമസ് കുറ്റാന്വേഷണനാണെന്ന് അയാൾക്ക് നേരത്തെ അറിവുണ്ടായിരിക്കും. അല്ലെങ്കിൽ അവർ വിമാനത്തിൽ വെച്ച് പരിചയപ്പെട്ടതാകാനും മതി. എന്നാൽ ഒരു സംശയം, 2 ബാഗിൻ്റെയും നിറം ഒന്ന് തന്നെയായിരുന്നില്ലേ? ആയിരിക്കണം. എങ്കിൽ മാത്രമേ ആ ബാഗ് മാറ്റം തോമസ് അറിയാതിരിക്കുകയുള്ളൂ. തോമസിൻ്റെ കയ്യിലെ ബാഗ് പരിശോധനകൾക്ക് വിധേയമാക്കാതെ രക്ഷപ്പെട്ടപ്പോൾ പച്ചക്കണ്ണടയ്ക്ക് ആ ബാഗ് തിരിച്ചു വാങ്ങേണ്ടതായി വന്നു. അപ്പോഴാണ് അവർ തമ്മിൽ ഏറ്റുമുട്ടിയതെന്നും തോമസ് കൊല്ലപ്പെട്ടതെന്നും നമുക്ക് ന്യായമായും അനുമാനിക്കാം. ഫ്രാൻസിസ് ഒരു സിഗരറ്റിന് തീ കൊളുത്തി. ആ പച്ചക്കണ്ണടയെ എവിടെ നിന്നെങ്കിലും തപ്പി കണ്ടുപിടിക്കണം. പുക അലസമായി വായുവിലേക്ക് ഊതിക്കൊണ്ട് ഫ്രാൻസിസ് പറഞ്ഞു. പച്ചക്കണ്ണട എവിടെയോ വെച്ച് കേട്ട് മറന്നുപോലെ ഇൻസ്പെക്ടർക്ക് തോന്നി. ഓർമ്മയുടെ ചവറ്റുകുട്ടയിൽ നിന്നും അതിനെ തപ്പിത്തിരഞ്ഞെടുക്കാൻ ഇൻസ്പെക്ടർ ഒരു ശ്രമം നടത്തി. അതെ, ഞാൻ ഓർക്കുന്നു, പച്ചക്കണ്ണട. ആ പേര് ഞാൻ ഹോട്ടൽ ഡെൽഫിംഗറിൽ വെച്ച് കേട്ടിട്ടുണ്ട്. ഫ്രാൻസിസ് ഉടനെ ഹോട്ടലിലേക്ക് ഡയൽ ചെയ്തു. പച്ചക്കണ്ണട ധരിച്ച ആരെങ്കിലും അവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ചില ദിവസങ്ങളിൽ പച്ചക്കണ്ണട ധരിച്ച ഒരു ദീർഘകായൻ അവിടെ വരാറുണ്ടെന്ന് മാനേജർ അറിയിച്ചു. ഇനി അയാൾ വരുമ്പോൾ അറിയിക്കണമെന്ന് ഫ്രാൻസിസ് പറഞ്ഞു. മാനേജർ സമ്മതിച്ചു. പ്രത്യേക സംഭവങ്ങളൊന്നും കൂടാതെ 2 ദിവസം കടന്നുപോയി. പച്ചക്കണ്ണടയെപ്പറ്റി യാതൊരു അറിവും കിട്ടിയില്ല. 3-ാം ദിവസം രാത്രി 10 മണിയായപ്പോൾ ഹോട്ടൽ മാനേജർ ഡിറ്റക്റ്റീവ് ഫ്രാൻസിസിനെ വിളിച്ച് പച്ചക്കണ്ണട വന്നിട്ടുണ്ടെന്ന് അറിയിച്ചു. ഡിറ്റക്റ്റീവ് ഫ്രാൻസിസ് ഗാരേജിൽ നിന്നും കാർ പുറത്തിറക്കി നേരെ ഹോട്ടലിലേക്ക് തിരിച്ചു. പച്ചക്കണ്ണട എവിടെയാണ്? കൗണ്ടറിൽ ഫ്രാൻസിസ് അന്വേഷിച്ചു. അയാൾ 205-ാം നമ്പർ മുറിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ അയാൾ ഡൈനിങ് ഹാളിൽ കാണും, മാനേജർ പറഞ്ഞു. താങ്ക് യു. ഫ്രാൻസിസ് ലിഫ്റ്റിൽ കയറി ബട്ടൺ അമർത്തി. അദ്ദേഹത്തെയും കൊണ്ട് ലിഫ്റ്റ് ഉയർന്നുകൊണ്ടിരുന്നു. മുകളിലെത്തിയ ഫ്രാൻസിസ് 205-ാം നമ്പർ റൂം കണ്ടുപിടിച്ചു. അതിനുശേഷം ഡൈനിങ് ഹാളിലേക്ക് നടന്നു. വളരെയധികം പേർ ഡൈനിങ് ഹാളിലുണ്ടായിരുന്നു. ഫ്രാൻസിസിൻ്റെ നയനങ്ങൾ അവരുടെ ഇടയിൽ പാഞ്ഞു നടന്നു. അധികം അന്വേഷിക്കേണ്ടി വന്നില്ല. ആൾത്തിരക്കൊഴിഞ്ഞ ഭാഗത്ത് മഞ്ഞ ബൾബിൻ്റെ അടിയിലിരുന്ന് വിദേശമദ്യം അകത്താക്കുന്ന ദീർഘകായനെ അദ്ദേഹം കണ്ടു. മദ്യം അകത്താക്കിയ ശേഷം പച്ചക്കണ്ണട ചുറ്റും കണ്ണോടിച്ചു. ഡിറ്റക്റ്റീവ് ഫ്രാൻസിസ് അയാളുടെ ശ്രദ്ധയിൽ നിന്നും ഒഴിഞ്ഞുമാറി. എന്തായിരിക്കും അയാളുടെ പരിപാടി? ഫ്രാൻസിസ് അയാൾ തന്നെ ശ്രദ്ധിച്ചു കൊണ്ടുനിന്നു. വെയിറ്റർ കൊടുത്ത ബില്ലിൻ്റെ തുക മേശപ്പുറത്ത് വെച്ചിട്ട് പച്ചക്കണ്ണട ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു. വാച്ചിൽ ശ്രദ്ധിച്ചുകൊണ്ട് അയാൾ മുറിക്ക് പുറത്തു വന്നു. വരാന്തയിൽ നിന്നുകൊണ്ട് വെളിയിലേക്ക് നോക്കി.
അഡ്ലെയ്ഡ് പട്ടണം ഒരു മഹാനഗരം പോലെ മുൻപിൽ കിടക്കുന്നു. അയാൾ താഴെ പോർട്ടിക്കോയിൽ വരുന്ന ഓരോ കാറും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഡിറ്റക്റ്റീവ് ഫ്രാൻസിസ് കൗണ്ടറിലെത്തി 206 റൂമെടുത്ത് താക്കോലുമായി വേഗം മുകളിലെത്തി. അപ്പോഴും പച്ചക്കണ്ണട പട്ടണത്തിൻ്റെ മനോഹാരിതയെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് പച്ചക്കണ്ണട വാച്ചിലേക്ക് നോക്കി. 11:03. അയാൾ വേഗം ലിഫ്റ്റ് വഴി അടിയിലത്തെ നിലയിലെത്തി. ഹോട്ടലിൻ്റെ മുൻവശത്തെ ഒരു തൂണിന് സമീപം നിന്നുകൊണ്ട് അയാൾ പോർട്ടിക്കോയിലേക്ക് നോക്കി. പോർട്ടിക്കോയുടെ മധ്യത്തിലുള്ള വിളക്കുതൂണിൽ 4 മെർക്കുറി ട്യൂബുകൾ പ്രകാശം പൊഴിക്കുന്നുണ്ട്. ചില കാറുകളിൽ അതിൻ്റെ ഡ്രൈവർമാർ സീറ്റിൽ ചാരിയിരുന്നുറങ്ങുന്നു. 11 അയാൾ വെളിയിലേക്ക് നോക്കി. അകലെ നിന്നും ഒരു കാർ പാഞ്ഞു വരുന്നത് അയാൾ കണ്ടു. അത് പോർട്ടിക്കോയിൽ വന്നു നിന്നു. അതിൻ്റെ ചുവന്ന ലൈറ്റുകൾ ഒന്ന് തെളിഞ്ഞണഞ്ഞു. പച്ചക്കണ്ണട ആ മഞ്ഞ കാറിനടുത്തേക്ക് നടന്നു. കാറിനുള്ളിൽ നിന്നും മെലിഞ്ഞ് ദീർഘകായനായ ഒരു മനുഷ്യൻ ഇറങ്ങി ഹസ്തദാനം നൽകി. അയാൾ കാറിൽ നിന്നും ഒരു സൂട്ട് കേസും എടുത്ത് പച്ചക്കണ്ണടയുടെ കൂടെ ഹോട്ടലിലേക്ക് പ്രവേശിച്ചു. ആ മഞ്ഞ കാർ തിരിച്ചു പോവുകയും ചെയ്തു. പച്ചക്കണ്ണട അയാളെ 205 മുറിയിലേക്ക് നയിച്ചു. മുറിയിലെത്തിയപ്പോൾ പച്ചക്കണ്ണട വാതിലടച്ച് കുറ്റിയിട്ടു. ഡിറ്റക്റ്റീവ് ഫ്രാൻസിസ് ഇതെല്ലാം ശ്രദ്ധയോടെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം 205 മുറിയുടെ വാതിലിന് സമീപം ശ്രദ്ധയോടെ നിന്നു. ഉള്ളിൽ നിന്നുള്ള ഓരോ ശബ്ദവും അദ്ദേഹം ശ്രദ്ധിച്ചു. ഉള്ളിൽ നിന്നും അടക്കിപ്പിടിച്ച സംസാരം ഫ്രാൻസിസ് കേട്ടു. പച്ചക്കണ്ണട എന്തോ കാര്യമായി മറ്റൊരാളോട് സംസാരിക്കുകയാണ്. മിസ്റ്റർ റിക്സെ, നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലം തരാൻ കേന്ദ്രത്തിൽ നിന്നും ഓർഡർ വന്നിട്ടുണ്ട്. $1000 നാളെ രാത്രി 10 മണിക്ക് ഹോട്ടൽ ഏഞ്ചലിൽ എത്തുന്നതാണ്. കാൻബറയിലെത്തി നിങ്ങൾക്കത് വാങ്ങാവുന്നതാണ്. ആ പണത്തിൻ്റെ മേൽ കേന്ദ്രത്തിന് യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾക്കത് സ്വന്തമായി ഉപയോഗിക്കാം. പച്ചക്കണ്ണടയുടെ കൂടെയുള്ളവൻ ഒരു ഏജൻ്റാണെന്നും അയാളുടെ പേര് റിക്ലെ എന്നാണെന്നും ഫ്രാൻസിസ് മനസ്സിലാക്കി. അദ്ദേഹം ക്ഷമയോടെ വീണ്ടും അവരുടെ സംഭാഷണം കേട്ടുനിന്നു. ആ സംഭാഷണത്തിൽ നിന്നും തനിക്ക് ആവശ്യമായ തെളിവുകൾ ലഭിക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പോൾ റിക്ലെയുടെ സ്വരം അദ്ദേഹം കേട്ടു. സാർ, എനിക്ക് ഭയമുണ്ട്. എല്ലാ സ്ഥലത്തെയും രഹസ്യ പോലീസും ഡിറ്റക്റ്റീവുകളും ഇറങ്ങിയിട്ടുണ്ട്. അവർക്ക് എപ്പോഴാണ് നമ്മെ പറ്റിയുള്ള ന്യൂസ് കിട്ടുകയെന്നറിയില്ല. അയാളുടെ സ്വരത്തിൽ അല്പം പതർച്ചയുണ്ടായിരുന്നു. ഭയപ്പെടാനൊന്നുമില്ല. നമ്മുടെ ചാരന്മാർ അവരുടെ ഓരോ പ്രവൃത്തിയും നേരിട്ട് നോട്ട് ചെയ്യുന്നുണ്ട്. നമ്മെപ്പറ്റി അല്പമെങ്കിലും രഹസ്യം ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ ഉടനെ അവനെ അവർ പുകച്ചുകൊള്ളും. മാട്ടിന് ഓർമ്മയില്ലേ, നമ്മുടെ യാത്രയിൽ ആര് പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ചാലും ആ അനുഭവമായിരിക്കും. പച്ചക്കണ്ണട മറ്റേയാളെ ധൈര്യവാനാക്കി. ഈ സൂട്ട് കേസ് താങ്കളെ ഏൽപ്പിക്കുവാനാണ് ഞാൻ വന്നത്. എൻ്റെ ജോലി അവസാനിച്ചിരിക്കുന്നു. റിക്ലെ പറയുന്നത് ഫ്രാൻസിസ് കേട്ടു. അദ്ദേഹം താക്കോൽ പഴുതിലൂടെ ഉള്ളിലേക്ക് നോക്കി. അവിടെ മേശപ്പുറത്ത് ഒരു സൂട്ട് കേസ് ഇരിപ്പുണ്ടായിരുന്നു. അതിലെന്താണ്? പച്ചക്കണ്ണട സോഫയിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. അറിയില്ല, ഞാൻ തുറന്നു നോക്കിയില്ല. എന്നെ ഏൽപ്പിക്കുന്ന സാധനങ്ങൾ ഒരിക്കലും ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. ഇനിയൊട്ട് തുറക്കുകയുമില്ല. ഗുഡ്, അങ്ങനെ തന്നെ വേണം. നിങ്ങൾ വിശ്വാസവഞ്ചന ചെയ്താൽ നിങ്ങളെ സൂക്ഷിക്കുന്നവർ ചിലപ്പോൾ നിങ്ങളുടെ ജീവനെ തന്നെ അപഹരിച്ചേക്കും. എന്താ, എന്നെയും നമ്മുടെ ആൾക്കാർ അനുഗമിക്കുന്നുണ്ടോ? തീർച്ചയായും. നിങ്ങൾ കേന്ദ്രത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന അവസരത്തിലുണ്ടാകുന്ന എല്ലാ പ്രതിബന്ധങ്ങളിൽ നിന്നും രക്ഷിക്കുന്നത് അവരാണ്. അപ്പോൾ നിങ്ങളെ ഏൽപ്പിക്കുന്ന വസ്തുക്കൾ എന്താണെന്നറിയാൻ ശ്രമിക്കുകയോ അതുകൊണ്ട് സ്ഥലം വിടാമെന്ന് കരുതി നിർദ്ദേശിച്ചിരിക്കുന്ന മാർഗത്തിലൂടെയല്ലാതെ യാത്ര ചെയ്യുകയോ ചെയ്താൽ അവർ നിങ്ങളെ വിടുകയില്ല. അപ്പോൾ തന്നെ നിങ്ങളുടെ കഥ കഴിക്കാനും മതി. പച്ചക്കണ്ണട മേശയുടെ അടുത്തെത്തി. സൂട്ട് കേസ് തുറക്കാനുള്ള ശ്രമമാണ്. അത് കണ്ട റിക്ലെ ചോദിച്ചു. അപ്പോൾ താങ്കൾ? ഞാൻ. പച്ചക്കണ്ണട ഗൗരവത്തോടെ അയാളുടെ നേരെ നോക്കി. ആ ശബ്ദത്തിൻ്റെ ഗാംഭീര്യം അയാളെ നടുക്കിക്കളഞ്ഞു. പച്ചക്കണ്ണടയ്ക്കുള്ളിൽ തിളങ്ങുന്ന 2 കണ്ണുകൾ ഡിറ്റക്റ്റീവ് ഫ്രാൻസിസ് കണ്ടു. പച്ചക്കണ്ണടയുടെ മുൻപിൽ നിന്ന് മറ്റേയാൾ വിറയ്ക്കുന്നത് അദ്ദേഹം കണ്ടു. നിമിഷങ്ങൾക്കുള്ളിൽ പച്ചക്കണ്ണടയുടെ ഗൗരവം എവിടെയോ പോയി ഒളിച്ചു. അയാൾ ആ സൂട്ട് കേസ് തുറന്നു. അതിനുള്ളിൽ ഒരു ചില്ലുകൊണ്ടുണ്ടാക്കിയ പെട്ടിയുണ്ടായിരുന്നു. അതിനുള്ളിൽ വൈരക്കല്ലുകൾ തിളങ്ങുന്നത് താക്കോൽ പഴുതിലൂടെ ഫ്രാൻസിസ് കണ്ടു. $1,00,000 വില വരുന്ന വൈരക്കല്ലുകൾ. തക്ക സമയം തന്നെ. ഇതുപോലൊരു നിമിഷം തനിക്കിനി ലഭിക്കുകയില്ല. ഡിറ്റക്റ്റീവ് ഫ്രാൻസിസ് 206 നമ്പർ റൂം താക്കോൽ ഉപയോഗിച്ച് തുറന്നു. മുറിയിൽ ലൈറ്റിട്ടു. ഫോൺ എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഡയൽ ചെയ്തു. ഹലോ ഇൻസ്പെക്ടർ, ഹോട്ടൽ ഡെൽഫിംഗറിൽ 5-ാം നിലയിൽ 205 നമ്പർ റൂമിന് സമീപത്തെത്തുക വേഗം. ഫ്രാൻസിസ്. അദ്ദേഹം ഒറ്റശ്വാസത്തിൽ പറഞ്ഞു തീർത്തു. ഇതേസമയം പച്ചക്കണ്ണട മുറിയുടെ വാതിൽക്കൽ നിന്ന് ഫ്രാൻസിസ് ഫോണിൽ സംസാരിക്കുന്നത് കേട്ടിരുന്നു. പച്ചക്കണ്ണട സൂട്ട് കേസ് തുറന്ന് വൈരം കണ്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ മുറിയുടെ മുൻപിൽ നിന്നും വളരെ വേഗത്തിൽ ആരോ നടന്ന് അടുത്ത മുറിയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ കാൽപെരുമാറ്റം കേട്ടു. തന്നെ ആരോ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി. അയാൾ വേഗം സൂട്ട് കേസ് അടച്ചു വെച്ച് വാതിൽ തുറന്ന് പുറത്തു വന്നു. അപ്പോൾ അടുത്ത മുറിയിൽ നിന്നും ഡിറ്റക്റ്റീവ് ഫ്രാൻസിസ് പോലീസിലേക്ക് ഫോൺ ചെയ്യുന്നത് അയാൾ കേട്ടു. റിസീവർ ക്രാഡിലിൽ വെച്ചിട്ട് ഫ്രാൻസിസ് തിരിഞ്ഞു. അപ്പോൾ ചുണ്ടു കടിച്ചുകൊണ്ട് നിൽക്കുന്ന പച്ചക്കണ്ണടയെ അദ്ദേഹം കണ്ടു. ഒരു പ്രത്യേക വികാരം ഫ്രാൻസിസിൽ രൂപം കൊണ്ടു. ഒരു നിമിഷം അദ്ദേഹം അയാളെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. ആ 2 ശക്തികൾക്കുമിടയിൽ നിശബ്ദതയുടെ ഒരു മതിൽ ഉയർന്നു വന്നു. നിങ്ങൾ? ഫ്രാൻസിസ് ആ മതിൽ ഇടിച്ചു നിർത്തി. അദ്ദേഹത്തിൻ്റെ അപസർപ്പകത്വം ഉയർത്തെഴുന്നേറ്റു. പച്ചക്കണ്ണട നിശബ്ദനായി ഫ്രാൻസിസിനെ തുറച്ചു നോക്കിക്കൊണ്ട് നിന്നു. ഹു ആർ യു? ഫ്രാൻസിസിൻ്റെ ശബ്ദം കനത്തതായിരുന്നു.
എന്നാൽ അതിനുത്തരം പറയാതെ പച്ചക്കണ്ണട തൻ്റെ മുറിയിലേക്ക് നടന്നു. പുറകെ ഫ്രാൻസിസും. മേശപ്പുറത്തിരുന്ന സൂട്ട്കേസും എടുത്തുകൊണ്ട് അയാൾ പുറത്തേക്കിറങ്ങുവാനായി തിരിഞ്ഞു. പെട്ടെന്ന് ഫ്രാൻസിസിൻ്റെ റിവോൾവർ അയാളുടെ നേരെ നീണ്ടു. അനങ്ങരുത്. ഒരു നിമിഷം പച്ചക്കണ്ണട സംശയിച്ചു നിന്നു. ആ റിവോൾവറിലേക്കും ഫ്രാൻസിസിൻ്റെ മുഖത്തേക്കും അയാൾ മാറി മാറി നോക്കി. ഇതേ സമയം പോർട്ടിക്കോയിൽ ശബ്ദത്തോടെ ഒരു വാൻ പാഞ്ഞു വന്നു നിന്നു. പച്ചക്കണ്ണടയും ഫ്രാൻസിസും ഒപ്പം താഴേക്ക് നോക്കി. വാനിൻ്റെ മുകളിൽ ഒരു ചുവന്ന ബൾബും അതിനിടയിൽ പോലീസ് എന്ന് എഴുതിയിരിക്കുന്നതും കുറേ പോലീസുകാർ ഇറങ്ങുന്നതും അവർ കണ്ടു. പെട്ടെന്ന് ഒരു മഞ്ഞ പ്രകാശം അവിടെ മഞ്ഞിമറഞ്ഞു. ടക്ക്! ഫ്രാൻസിസിൻ്റെ കയ്യിലിരുന്ന തോക്ക് തെറിച്ചുപോയി. ഉടനെ പച്ചക്കണ്ണട അവിടെ നിന്ന് ഓടി ലിഫ്റ്റിൽ കയറി ബട്ടൺ അമർത്തി. അത് അയാളെ അടിയിലത്തെ നിലയിലെത്തിച്ചു. പോർട്ടിക്കോയിൽ 2 പോലീസുകാർ കാവൽ നിൽപ്പുണ്ടായിരുന്നു. അവരുടെ മുൻപിലൂടെ പച്ചക്കണ്ണട മുൻപോട്ട് നടന്നു. കൗണ്ടറിൽ നിന്ന് ഇൻസ്പെക്ടർ പച്ചക്കണ്ണടയെ കണ്ടു. ഒരു നീണ്ട വിസിൽ ശബ്ദം അവിടെ മുഴങ്ങി. പച്ചക്കണ്ണടയുടെ നേരെ പോലീസുകാർ പാഞ്ഞെടുത്തു. അയാൾ തൻ്റെ കയ്യിലെ സൂട്ട്കേസ് വായുവിലേക്ക് എറിഞ്ഞു. അത് മഞ്ഞക്കാരന് സമീപത്ത് നിന്ന ഒരുവൻ്റെ കയ്യിൽ വീണു. ഇതേ സമയം പച്ചക്കണ്ണട വേറൊരു മഞ്ഞക്കാരനുള്ളിൽ കയറി കഴിഞ്ഞിരുന്നു. ടേ! ഒരു വെടിയുണ്ട സൂട്ട്കേസ് പിടിച്ചെടുത്ത അയാളുടെ വലതുകരത്തെ തകർത്തു കളഞ്ഞു. അയാൾ ഇടതുകരം കൊണ്ട് സൂട്ട്കേസ് പച്ചക്കണ്ണടയുടെ കാറിന് നേരെ എറിഞ്ഞു. കാറിനുള്ളിൽ നിന്നും 2 കരങ്ങൾ അത് പിടിച്ചെടുത്തു. പച്ചക്കണ്ണടയുടെ കാർ പോർട്ടിക്കോയിൽ നിന്നും പാഞ്ഞുപോയി. ഇൻസ്പെക്ടർ ആ കാറിന് നേരെ വെടിവെച്ചു. അത് ലക്ഷ്യം തെറ്റി എവിടെയോ തറച്ചു. ഇതേസമയം സൂട്ട്കേസ് എറിഞ്ഞുകൊടുത്തയാളുടെ കാറും നീങ്ങി. ടേ! ഫ്രാൻസിസ് അവിടെ എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ റിവോൾവറിലെ ബുള്ളറ്റ് ആ കാറിൻ്റെ ഒരു ചക്രം തകർത്തു കളഞ്ഞു. ഒരു ഞരക്കത്തോടെ കാർ നിന്നു. അപ്പോഴേക്കും പോലീസുകാർ ആ കാർ വളഞ്ഞു കഴിഞ്ഞിരുന്നു. ഇൻസ്പെക്ടറോട് എന്തോ പറഞ്ഞ ശേഷം ഫ്രാൻസിസ് തൻ്റെ കാറിൽ കയറി. അത് പച്ചക്കണ്ണടയുടെ കാർ പോയ വഴിയെ പാഞ്ഞു. ഫ്രാൻസിസ് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടി. അദ്ദേഹത്തിൻ്റെ വിദഗ്ധമായ കരങ്ങളിലിരുന്ന് സ്റ്റിയറിംഗ് തിരിഞ്ഞു. മിനിറ്റുകൾക്കുള്ളിൽ അകലെ ഒരു പ്രകാശം ഫ്രാൻസിസ് കണ്ടു. ആ മഞ്ഞ കാർ അതിവേഗം പായുകയാണ്. ഫ്രാൻസിസ് അതിവേഗം അതിനെ സമീപിച്ചു കൊണ്ടിരുന്നു. മുൻപിലത്തെ കാർ ആൾത്തിരക്ക് കുറഞ്ഞ ഒരു തെരുവിലേക്ക് തിരിഞ്ഞു. പുറകെ ഫ്രാൻസിസും. ഫ്രാൻസിസിനെ കടന്ന് ഒരു പെട്രോൾ വണ്ടി പട്ടണത്തിലേക്ക് പോയി. ഫ്രാൻസിസ് മഞ്ഞ കാറിൽ നിന്നും 50 അടി അകലെ എത്തി. മുൻപിലത്തെ കാർ കീഴടങ്ങുന്ന ലക്ഷണമില്ല. അത് വളരെ വേഗം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്നു. ഫ്രാൻസിസ് റിവോൾവർ കയ്യിലെടുത്തു. മുൻപിലത്തെ കാറിൻ്റെ ചില്ലുകൾ തകർത്തുകൊണ്ട് ഒരു വെടിയുണ്ട കടന്നുപോയി. ആ കാറിൻ്റെ വേഗത കുറഞ്ഞതായി ഫ്രാൻസിസിന് തോന്നി. അദ്ദേഹം ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടി. പെട്ടെന്ന് മഞ്ഞ കാർ അതിവേഗത്തിൽ പാഞ്ഞുപോയി. ഒരു നിമിഷം. റോഡിൽ തീജ്വാലകൾ ഉയർന്നു പൊങ്ങി. അവർ പെട്രോൾ ഒഴിച്ച് തീ വച്ചിരിക്കുന്നു. ഫ്രാൻസിസ് പിറുപിറുത്തു. നിമിഷങ്ങൾക്കുള്ളിൽ 50 മീറ്റർ റോഡ് മുഴുവൻ അഗ്നി കൊണ്ട് നിറഞ്ഞു. എങ്ങനെയെങ്കിലും അവരെ പിന്തുടർന്നേ പറ്റൂ. റോഡിൻ്റെ ഇരുവശത്തേക്കും മാറാൻ പറ്റില്ല. 2 വശത്തും വയലാണ്. അദ്ദേഹം ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടി കാർ അഗ്നിയിലേക്ക് പ്രവേശിച്ചു. തൻ്റെ ശരീരം മുഴുവൻ പുകയുന്നതായും ശ്വാസം മുട്ടുന്നതായും അദ്ദേഹത്തിന് തോന്നി. നിമിഷ നേരം കൊണ്ട് കാർ അപകടത്തെ തരണം ചെയ്തു. എന്നാൽ പെട്ടെന്ന് കാർ നിന്നു. അതിൻ്റെ 4 ടയറുകളും കത്തിയൊരുകിയിരുന്നു. കാർ അനങ്ങുക പോലും ഇല്ലെന്ന നിലയിലായി. ചന്ദ്രിക പോലുമില്ലാത്ത രാത്രിയിൽ ഇനി എന്ത് ചെയ്യും? അദ്ദേഹം ആലോചിച്ചു. വേറെ ഏതെങ്കിലും വാഹനം വരുന്നതുവരെ കാത്തിരിക്കുക തന്നെ. പുറകിലെ അഗ്നിജ്വാലകൾ അണഞ്ഞു തുടങ്ങി. വെളുത്ത പുക ഒരു സ്തൂപം കണക്കെ മുകളിലേക്ക് ഉയരുന്നുണ്ട്. ഫ്രാൻസിസ് കാറിൽ നിന്നിറങ്ങി. വെളുത്ത പുകയും നോക്കി അദ്ദേഹം നിന്നു. ജ്വാല കെട്ടടങ്ങിയപ്പോൾ പുക വർദ്ധിച്ചുകൊണ്ടിരുന്നു. എന്തോ ശബ്ദം കേട്ട് ഫ്രാൻസിസ് ഞെട്ടിത്തിരിഞ്ഞു. അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് നേരെ ഇരുവശങ്ങളിൽ നിന്നും 2 റിവോൾവർ നീട്ടപ്പെട്ടിരിക്കുന്നു. ഫ്രാൻസിസ് നിശ്ചലനായി നിന്നുപോയി. പ്രഭാതമായിട്ടും ഡിറ്റക്റ്റീവ് ഫ്രാൻസിസിനെ കാണാത്തതിൽ ഇൻസ്പെക്ടർ അസ്വസ്ഥനായി. തലേദിവസം ഒരു തസ്കരനെയും ഏൽപ്പിച്ചിട്ട് പച്ചക്കണ്ണടയെ പിന്തുടർന്നതാണ്. ഇപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഇനിയും അദ്ദേഹം വന്നെത്തിയിട്ടില്ല. വല്ല അപകടവും സംഭവിച്ചിരിക്കുമോ? ഇല്ല, അദ്ദേഹത്തിന് അപകടമൊന്നും സംഭവിക്കുകയില്ല. കയ്യും കെട്ടി അപകടത്തിലേക്ക് ചാടാൻ ഒരു വിഡ്ഢിയല്ല അദ്ദേഹം. ബുദ്ധിമാനായ ഒരു കുറ്റാന്വേഷകൻ. ചിലപ്പോൾ അദ്ദേഹം തൻ്റെ താമസ സ്ഥലത്തുണ്ടായിരിക്കും. യാത്രാക്ഷീണത്താൽ ചിലപ്പോൾ ഉറങ്ങുകയാവും. ഇൻസ്പെക്ടർ ഫോണിനടുത്തെത്തി. ഫ്രാൻസിസിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ ഹലോ ആരാണ്? മറുവശത്തു നിന്നും സ്ത്രീ ശബ്ദം. ഇത് സിൽവിയാണെന്ന് ഇൻസ്പെക്ടർ മനസ്സിലാക്കി. ഞാനാണ് ഇൻസ്പെക്ടർ. സ്റ്റേഷനിൽ നിന്ന് സംസാരിക്കുന്നു. എന്താണ് സാർ, ചേട്ടൻ അവിടെയുണ്ടോ? ഇന്നലെ ഇവിടെ നിന്ന് ഒന്നും കഴിച്ചിട്ടില്ല. ഒന്നിങ്ങോട്ട് വരാൻ പറയൂ. അവളുടെ പരിഭവസ്വരം. ഞാൻ ചോദിക്കാൻ തുടങ്ങിയ ചോദ്യമാണ് സിൽവിയ ഇങ്ങോട്ട് ചോദിച്ചത്. എന്താണ്, ചേട്ടൻ അവിടെ ഇല്ലേ? ഇല്ല. എവിടെ പോയതായിരിക്കും? യാഥാർത്ഥ്യം അവളോട് പറഞ്ഞാൽ പാവം പെൺകുട്ടി ദുഃഖിക്കുമെന്ന് കരുതി ഇൻസ്പെക്ടർ ഒന്നും പറഞ്ഞില്ല. അറിയില്ല എന്ന് മാത്രം പറഞ്ഞിട്ട് അദ്ദേഹം റിസീവർ താഴെ വെച്ചു. ഫ്രാൻസിസ് വീട്ടിലും എത്തിയിട്ടില്ല. കസേരയിലിരുന്നു കൊണ്ട് ഇൻസ്പെക്ടർ പിറുപിറുത്തു. അദ്ദേഹം ഒരു ചുരുട്ടിന് തീ കൊളുത്തി. പുക അലസമായി വായുവിലേക്ക് ഊതി. അദ്ദേഹത്തിൻ്റെ മനസ്സ് അസ്വസ്ഥമാണ്. ഫ്രാൻസിസ് കൂടി അപകടത്തിലായാൽ? അദ്ദേഹത്തിന് അതിനെപ്പറ്റി ചിന്തിക്കാൻ കൂടി കഴിഞ്ഞില്ല. ഡെൽഫിംഗറിൽ വെച്ച് പിടിക്കപ്പെട്ട തസ്കരൻ ഉടനെ തന്നെ സ്വയം വെടിവെച്ച് മരിച്ചു. പോലീസ് വളഞ്ഞ ആ മഞ്ഞ കാറിൽ നിന്നും പ്രത്യേകമായി യാതൊന്നും കിട്ടിയില്ല. ആ കാറിൻ്റെ മുൻപിലും പിൻപിലും 2 വ്യത്യസ്ത നമ്പറുകളാണ് ഉണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള കാറുകൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുവാനും പ്രത്യേകിച്ച് മഞ്ഞ കാറുകൾ കൂടുതൽ ശ്രദ്ധിക്കുവാനും എല്ലാ സ്റ്റേഷനിലേക്കും അറിയിച്ചിട്ടുണ്ട്. എങ്കിലും ഫ്രാൻസിസിൻ്റെ അന്തർധാനം
ഒരു വലിയ പ്രഹരം തന്നെയല്ലേ? ഇൻസ്പെക്ടറുടെ കയ്യിലിരുന്ന ചുരുട്ട് പുകഞ്ഞുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തലയും പുകയുകയാണ്. ഫ്രാൻസിസിനെ പറ്റിയുള്ള ചിന്തകൾ തലച്ചോറിനെ പുകയ്ക്കുകയാണ്. ഇൻസ്പെക്ടർ ചുരുട്ട് ആഞ്ഞു വലിച്ചു. വീണ്ടും ചിന്തകളുടെ മായ വലയത്തിൽ അകപ്പെട്ടു ഇരുന്നു പോയി. എത്ര നേരം അങ്ങനെ ഇരുന്നുവെന്ന് നിശ്ചയമില്ല. ഫോൺ ശബ്ദിക്കുന്നത് കേട്ടാണ് ചിന്തയിൽ നിന്നുണർന്നത്. ഫോൺ അറ്റൻഡ് ചെയ്തു. സിൽവിയയാണ്. ചേട്ടനെ പറ്റിയുള്ള ചിന്ത അവളെ പരിഭ്രാന്തരാക്കിയിരിക്കുന്നു. അവളെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടതെന്ന് ഇൻസ്പെക്ടർക്ക് അറിയില്ലായിരുന്നു. വ്യക്തമായ യാതൊന്നും പറയാതെ അദ്ദേഹം റിസീവർ താഴെ വെച്ചു. നെറ്റിയിലെ വിയർപ്പ് കർച്ചീഫ് കൊണ്ട് തുടച്ചിട്ട് അദ്ദേഹം കസേരയിലിരുന്നു. ഒച്ചുകളെ പോലെ നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി. തലയ്ക്ക് മുകളിൽ ഫാൻ വേഗത്തിൽ കറങ്ങുന്നുണ്ടായിരുന്നു. എങ്കിലും ഇൻസ്പെക്ടറെ വിശാലമായ നെറ്റിയിൽ സ്വേദകണങ്ങൾ പൊടിച്ചു നിന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അനേകം പങ്കുകൾ ഒരുമിച്ച് കറങ്ങുകയാണ്. എന്നിട്ടും മനസ്സിലെ ചൂടിന് അല്പം പോലും ശമനമുണ്ടായില്ല. മരിച്ചു വീണ മിനിറ്റുകളുടെ ശവവും പേറിക്കൊണ്ട് മണിക്കൂറുകൾ പറന്നകന്നു. പശ്ചിമാമ്പലത്തിൽ കുങ്കുമാപ ചാർത്തിക്കൊണ്ട് പകലോൻ മറഞ്ഞു. വീണ്ടും പ്രഭാതമായി. ഫ്രാൻസിസിനെ പറ്റി യാതൊരു അറിവുമില്ല. 8 മണിക്ക് നോർത്തേൺ ആസ്ട്രേലിയയിലെ ഡാർവിനിൽ നിന്നും ഒരു വാർത്ത കിട്ടി. അജ്ഞാതമായ ഒരു മൃതദേഹം ഇവിടുത്തെ കടൽ തീരത്ത് കിടക്കുന്നു. തലയോട് പൊട്ടിത്തകർന്നിരിക്കുന്നു. മരിച്ച വ്യക്തി ആരാണെന്നുള്ള അന്വേഷണം വിപുലമായിരിക്കുന്നു. ഫ്രാൻസിസ് ആയിരിക്കുമോ കൊല്ലപ്പെട്ടത്? ഒരു നിമിഷം ഇൻസ്പെക്ടർ ആലോചിച്ചു. അഡ്ലെയ്ഡിൽ നിന്നും 100 കണക്കിന് മൈൽ അകലെ മരിച്ച വ്യക്തി ഫ്രാൻസിസ് ആണെന്ന് സംശയിച്ച തൻ്റെ വിഡ്ഢിത്തമോർത്ത് അദ്ദേഹം പശ്ചാത്തപിച്ചു. എങ്കിലും ഒരു സംശയം. ആ ശവം കാണുക തന്നെ അദ്ദേഹം തീരുമാനിച്ചു. 3 മണിക്കൂറിനുള്ളിൽ താൻ അവിടെ എത്തുന്നതാണെന്നും ശരീരം ഒന്ന് കാണണമെന്നും ഇൻസ്പെക്ടർ ഡാർവിൻ ക്രൈം ബ്രാഞ്ച് ഓഫീസറെ അറിയിച്ചു. ഇൻസ്പെക്ടർ വേഗം ഡ്രസ്സ് മാറി വിമാനത്താവളത്തിലേക്ക് തിരിച്ചു. ചിറക് വിടർത്തി നിൽക്കുന്ന ഒരു പക്ഷിയെപ്പോലെ വിമാനം പറക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. യാത്രക്കാരെല്ലാം ഇരിപ്പിടത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ബെൽറ്റ് കൊണ്ട് തങ്ങളുടെ ശരീരങ്ങളെ ബന്ധിച്ചിരിക്കുന്നു. ഇൻസ്പെക്ടർ ജനലിലൂടെ വെളിയിലേക്ക് നോക്കിയിരുന്നു. ആകാശപക്ഷി വായുവിലേക്ക് കുതിച്ചുയർന്നു. അഡ്ലെയ്ഡ് പട്ടണം ഒരു ബിന്ദുവായി ദൃഷ്ടിപാതത്തിൽ നിന്നും അപ്രത്യക്ഷമാകുന്നത് ഇൻസ്പെക്ടർ കണ്ടു. വിമാനം മേഘക്കീറുകളുടെ ഇടയിലൂടെയാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. സൂര്യബിംബത്തെ ഒരു മേഘരാക്ഷസൻ തൻ്റെ ജുഹയിൽ മറച്ചിരുന്നു. അതിനാൽ എല്ലായിടത്തും ഒരു മങ്ങൽ സംഭവിച്ചതുപോലെ തോന്നി. പെട്ടെന്ന് മേഘത്തിൻ്റെ തിരശ്ശീലയിൽ നിന്നും സൂര്യൻ പുറത്തു വന്നു. അതിൻ്റെ കിരണങ്ങളേറ്റ് പഞ്ഞിക്കഷ്ണങ്ങൾ പോലെ വായുവിൽ ഇഴഞ്ഞു നടന്ന മേഘശകലങ്ങൾ വെള്ളി പോലെ തിളങ്ങി. എന്തു മനോഹരം! ആ ദൃശ്യം ഇൻസ്പെക്ടർ കൺകുളിർക്കെ കണ്ടു. പ്രപഞ്ച സൗന്ദര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് മതിപ്പ് തോന്നി. മേഘങ്ങൾ അകലെ മറഞ്ഞപ്പോൾ ഇൻസ്പെക്ടർ ജനലിലൂടെ താഴേക്ക് നോക്കി. അങ്ങകലെ കരിമ്പിത്തോട്ടങ്ങളും ആപ്പിൾ തോട്ടങ്ങളും ദൃഷ്ടിയിൽ നിന്നും മറയുന്നത് അദ്ദേഹം കണ്ടു. മനോഹരമായ ഒരു തടാകം. പച്ചപിടിച്ച പുൽമേടുകൾക്ക് നടുവിൽ വളരെ വിസ്തീർണത്തിൽ നീലജലം കിടക്കുന്നു. തടാകത്തിൻ്റെ തീരങ്ങളിൽ കമഴ്ത്തിവെച്ച സോപ്പ് പെട്ടി പോലെ നിരനിരയായുള്ള കെട്ടിടങ്ങൾ. ഒരു കെട്ടിടത്തിൽ ഉയരത്തിലുള്ള പുകക്കുഴയിൽ നിന്നും കറുത്ത പുക അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പോകുന്നു. ഏതോ ഫാക്ടറിയാണെന്ന് ഇൻസ്പെക്ടർ വിചാരിച്ചു. ആ നീല ജലത്തിലൂടെ ബോട്ടുകൾ നീങ്ങുന്നത് കാണാൻ എന്തു ഭംഗി! ഒരു ചുവന്ന പാറ്റ വെള്ളത്തിലൂടെ നീന്തുന്നത് പോലെ. താനൊരു കവിയായിരുന്നെങ്കിൽ അദ്ദേഹം ചിന്തിച്ചുപോയി. ആ തടാകത്തിലൂടെ പോകുന്ന ബോട്ടിലിരുന്ന് ഒരാൾ ഈ വിമാനത്തിന് നേരെ നോക്കുകയാണെങ്കിൽ എന്തു ഭംഗിയായിരിക്കും കാണാൻ. പ്രശാന്തമായ നീലാകാശത്തിൽ ഒരു വെള്ളി മത്സ്യത്തെ പോലെ വായുവിൽ നീന്തുന്ന വിമാനം. ഇൻസ്പെക്ടറുടെ മനസ്സിൽ നിന്നും ഭീകരമായ കേസിനെ സംബന്ധിച്ച ചിന്തകളെല്ലാം എവിടെയോ ഓടി ഒളിച്ചു. അദ്ദേഹം പ്രകൃതിയുടെ സൗന്ദര്യത്തിൽ പൂർണ്ണമായും ലയിച്ചു കഴിഞ്ഞിരുന്നു. ആ തടാകവും പുൽപ്രദേശവും മിനിറ്റുകൾക്കുള്ളിൽ ദൃഷ്ടിപാതത്തിൽ നിന്നും അപ്രത്യക്ഷമായി. വിമാനം സൗത്ത് ആസ്ട്രേലിയയിൽ നിന്നും സെൻട്രൽ ആസ്ട്രേലിയയിലേക്ക് പ്രവേശിച്ചു. തലസ്ഥാനമായ ആലിസ് സ്പ്രിംഗ് അകലെ ഒരു പൊട്ടുപോലെ കാണാം. നിമിഷങ്ങൾക്കുള്ളിൽ അത് അടുത്തടുത്ത് വന്നു. ഒരു പൂമെട്ട് പെട്ടെന്ന് വിടർന്നതുപോലെ വലിയ ഒരു പട്ടണം ഇൻസ്പെക്ടറുടെ കാഴ്ചയിൽപ്പെട്ടു. വിമാനം അകന്നകന്നു പോകുന്നതോടെ ആ പട്ടണം ചുരുങ്ങുന്നതും ഒരു പൊട്ടുപോലെ ചെറുതായി അവസാനം ചക്രവാള സീമയിൽ ലയിക്കുന്നതായും അദ്ദേഹം കണ്ടു. നോർത്തേൺ ആസ്ട്രേലിയയുടെ മധ്യഭാഗത്തെത്തിയപ്പോഴേക്കും മൺസൂൺ വനങ്ങൾ കണ്ടു തുടങ്ങി. ഉയർന്ന പർവ്വതങ്ങളിൽ യൂക്കാലിപ്സ് മരങ്ങൾ ഹരിത നിറത്തിലുള്ള സ്തൂപം പോലെ തലയുയർത്തി നിൽക്കുന്നു. വെൽവെറ്റ് പോലെ പർവ്വതത്തെ മൂടിക്കിടക്കുന്ന മൂടൽ മഞ്ഞിനിടയിൽ വളർന്നു നിൽക്കുന്ന പൈൻ മരങ്ങളുടെ പത്രങ്ങളിൽ സൂര്യകിരണങ്ങൾ പതിയുമ്പോൾ ആ കാടുകൾ മനോമോഹനമായി ഇൻസ്പെക്ടർക്ക് തോന്നി. അകലെ ഡാർവിൻ പട്ടണം പ്രത്യക്ഷപ്പെട്ടു. ടയർമ കടലിൻ്റെ തീരത്ത് അമ്പരചുംബികളായ കെട്ടിടങ്ങളുടെ സമൂഹം. വിമാനം ഒരു കഴുകനെ പോലെ പറന്നിറങ്ങി. ഇൻസ്പെക്ടറെ കാത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസർ വിമാനത്താവളത്തിൽ നിൽപ്പുണ്ടായിരുന്നു. ഓഫീസറുടെ കാറിൽ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഇൻസ്പെക്ടറുടെ മനസ്സ് നീറിപ്പുകയായിരുന്നു. ആരായിരിക്കും കൊല്ലപ്പെട്ടത്? ഫ്രാൻസിസ് ആയിരിക്കുമോ? അല്ല, ഫ്രാൻസിസ് ഒരിക്കലും ഇത്രയധികം മൈൽ അകലെ വരികയില്ല. പിന്നെ ആരായിരിക്കും? ആയുധധാരികളായ പോലീസുകാർ കാവൽ നിൽക്കുന്ന ഒരു വലിയ കെട്ടിടത്തിൻ്റെ ഗേറ്റിന് മുമ്പിൽ കാർ നിന്നു. പോലീസുകാരൻ നീട്ടി സല്യൂട്ട് അടിച്ചിട്ട് ഗേറ്റ് തുറന്നു. കാർ മണൽ വിരിച്ച വിശാലമായ മുറ്റത്തേക്ക് കടന്നു. ഓഫീസർ കാർ നിർത്തി. ഇരുവരും പുറത്തിറങ്ങി. ഓഫീസർ മുംബൈയും ഇൻസ്പെക്ടർ പുറകിലുമായി കെട്ടിടത്തിലേക്ക് പ്രവേശിച്ചു. ആ 5 നില കെട്ടിടത്തിലെ ശ്മശാന നിശബ്ദത ഇൻസ്പെക്ടറിൽ ഭീതിയുടെ കിരണങ്ങൾ പൊഴിച്ചുകൊണ്ടിരുന്നു. അവർ ഒരു ഇടനാഴിയിലൂടെ നടന്ന് ഒരു മുറിയുടെ മുൻപിലെത്തി.
ആയുധധാരിയായ കാവൽ പോലീസ് കോൺസ്റ്റബിൾ സല്യൂട്ടടിച്ചു മാറി നിന്നു. ഓഫീസർ വാതിൽ തുറന്ന് ഉള്ളിൽ പ്രവേശിച്ചു. പിറകെ ഇൻസ്പെക്ടറും. ഇൻസ്പെക്ടർ മുറിയിലേക്ക് വെച്ച കാൽ പുറത്തേക്ക് വലിച്ചു. ഒരു ആർത്തനാദം അദ്ദേഹത്തിൽ നിന്നുയർന്നു. കണ്ണിൽ ഇരുട്ട് കയറുന്നതായും കാൽച്ചോട്ടിൽ നിന്ന് ഭൂമി തെന്നി മാറുന്നതായും അദ്ദേഹത്തിന് തോന്നി. ആ മുറിയിൽ ഒരു ഇരുമ്പുകട്ടിൽ കിടന്നിരുന്നു. അതിൽ ഒരു മൃതശരീരം കിടപ്പുണ്ട്. ഡിറ്റക്റ്റീവ് ഫ്രാൻസിസ്. ഫ്രാൻസിസിന്റെ തലയോട് തകർന്നിരുന്നു. ഇരുവശത്തു നിന്നും വെടിയുണ്ടകൾ കയറിയതിന്റെ പാടുകളുണ്ട്. മരുന്നുകളുടെ ഗന്ധം നിറഞ്ഞു നിൽക്കുന്ന ആ മുറിയിൽ വെച്ച് ഇൻസ്പെക്ടർ ഫ്രാൻസിസിനെ പരിശോധിച്ചു. മൃതശരീരത്തിൽ കണ്ട ഓരോ അടയാളവും അദ്ദേഹം ഡയറിയിൽ കുറിച്ചു. അഡ്ലൈഡിൽ തിരിച്ചെത്തിയ ഇൻസ്പെക്ടർ സ്റ്റേഷന് വെളിയിൽ ഫ്രാൻസിസിന്റെ കാർ കണ്ട് അത്ഭുതപ്പെട്ടു. അദ്ദേഹം കാവൽ പോലീസുകാരനോട് വിവരങ്ങൾ അന്വേഷിച്ചു. ഇൻസ്പെക്ടർ ഡാർവിനിലേക്ക് പോയി അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസിന്റെ കാർ സ്റ്റേഷന്റെ മുൻപിൽ നിന്നു. അതിൽ നിന്നും ഉയരം കുറഞ്ഞ ഒരു മനുഷ്യൻ ഇറങ്ങി. പെട്ടെന്ന് ഒരു മഞ്ഞ കാർ അവിടെ വന്നു. ആ മനുഷ്യൻ മഞ്ഞ കാറിൽ കയറി. പോലീസുകാരന് ഒന്നും പ്രവർത്തിക്കാൻ കഴിയുന്നതിന് മുമ്പ് ആ കാർ അകലേക്ക് പാഞ്ഞുപോയി. ആ കാറിൻ്റെ സീറ്റിൽ ഒരു കടലാസ് കഷ്ണം കിടന്നിരുന്നു. "ഞങ്ങൾക്ക് ഫ്രാൻസിസിന് മതി, കാർ വേണ്ട, ഇസറ്റ്." ഇൻസ്പെക്ടർ വിയർപ്പിൽ കുളിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അനേകം ഫാനുകൾ ഒന്നിച്ച് കറങ്ങുകയാണ്. ഭീകരങ്ങളായ സംഭവ പരമ്പരകൾ. അദ്ദേഹം പല്ല് ഞെരിച്ചു. "ജോൺ ബർക്കലെ, നിങ്ങൾക്ക് ഡോക്ടർ സീറോയെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്?" ഡിറ്റക്റ്റീവ് പാട്രിക് ന്യൂറാൻ തൻ്റെ സ്നേഹിതനായ ഡോക്ടർ ജോണിൻ്റെ മുഖത്തേക്ക് നോക്കി. എയർ കണ്ടീഷൻ ചെയ്ത ആ മുറിയുടെ മധ്യത്തിലായുള്ള മഞ്ഞ ബൾബിൽ നിന്നുള്ള പ്രകാശം ജോണിൻ്റെ മുഖത്ത് പതിഞ്ഞിട്ടുണ്ട്. ആ പ്രകാശം പാട്രിക്കിൻ്റെ മുഖത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ പതിച്ചിരുന്നുള്ളൂ. അയാൾ ജീവിച്ചിരിക്കുന്നു എന്ന വാർത്ത അവിശ്വസനീയമായി തോന്നുന്നു. അയാൾ യാത്ര ചെയ്തിരുന്ന വിമാനം സ്പെയിനിൻ്റെ തീരത്തെ പർവ്വതത്തിൽ തട്ടിത്തകർന്നു. യാത്രക്കാരെല്ലാം മരണമടഞ്ഞതല്ലേ? അഥവാ അയാൾ രക്ഷപ്പെട്ടെന്നായിരുന്നെങ്കിൽ തന്നെ നീണ്ട 10 വർഷക്കാലം അയാൾ എവിടെയായിരുന്നു? ജോൺ ബർക്കലെ സിഗരറ്റിൻ്റെ പുക ചുരുളുകളായി ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. "പത്രത്തിലെ ലേഖകൻ പറയുന്നത് അയാൾ സീറോയെ ഗിൽഫോർഡ് സ്ട്രീറ്റിലെ ഹീത്ത് ഫീൽഡ് ഹോട്ടലിൽ വെച്ച് കണ്ടുവെന്നല്ലേ?" പാട്രിക് തനിക്ക് പ്രിയപ്പെട്ട കിങ് ആൻഡ് സ്പ്രിംഗ് സിഗരറ്റിനു ലൈറ്റർ തെളിച്ചു തീ കൊളുത്തി. ജോൺ ബർക്കലെ അന്നത്തെ ലണ്ടൻ ടൈംസ് ദിനപത്രമെടുത്ത് മറിച്ചു നോക്കി. "അതെ, അയാൾ കണ്ടതായി അവകാശപ്പെടുന്നു. എന്നാൽ അതൊരു തോന്നലാകാനിടയില്ലേ? ലേഖകന് സീറോയുമായി മുൻകാലത്ത് അടുത്ത ബന്ധമുണ്ടായിരുന്നെന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു തോന്നലാണെന്ന് വളരെ വേഗം വിധി എഴുതുന്നത് ശരിയല്ല. മാത്രമല്ല, ലേഖകനെ കണ്ട ഉടൻ തന്നെ ഡോക്ടറുടെ മുഖത്ത് കോപം ഇരച്ചു കയറിയെന്നും അയാൾ ഉടനെ തന്നെ ഡൈനിങ് ഹാളിൽ നിന്നും ഇറങ്ങി ഓടിയതായും എഴുതിയിരിക്കുന്നു. അതിൽ നിന്നും ഡോക്ടർ തൻ്റെ സ്നേഹിതനെ തിരിച്ചറിഞ്ഞു എന്ന് സ്പഷ്ടം. അത് സീറോയല്ലെങ്കിൽ ഒരു പത്രപ്രവർത്തകനെ കണ്ടപ്പോൾ അയാൾ എന്തിനാണ് ഓടി മറഞ്ഞത്?" പാട്രിക് സിഗരറ്റിൻ്റെ ചാരം ആ ട്രേയിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു. "അയാൾ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ എങ്ങനെയാണ് അയാൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്? അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു." പാട്രിക് സിഗരറ്റിൻ്റെ കുറ്റി ആ ട്രേയിൽ തിരുകി. ഡിറ്റക്റ്റീവ് പാട്രിക് ന്യൂറാൻ. അദ്ദേഹം ലണ്ടനിലാണ് താമസിക്കുന്നത്. ആരോഗ്യദൃഢഗാത്രനായ ഒരു ദീർഘകായനാണ് പാട്രിക്. അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തി അപാരമാണ്. ലോകത്തിലെ ഒരു രഹസ്യ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധത്തിൽ പരിപാടികൾ ആസൂത്രണം ചെയ്ത ഭീകരന്മാരായ ശക്തിരാക്ഷസന്മാരായ വില്ലന്മാരെ ബുദ്ധിരാക്ഷസനായ ഡിറ്റക്റ്റീവ് പാട്രിക് കീഴടക്കിയിട്ടുണ്ട്. സീക്രട്ട് ഏജന്റിനെ പോലും നാണിച്ച് തലകുനിപ്പിച്ചിട്ടുള്ള പല ഗൂഢസംഘക്കാരും അദ്ദേഹത്തിൻ്റെ മുൻപിൽ കീഴടങ്ങിയിട്ടുണ്ട്. ലോകപ്രശസ്തനായ ഡിറ്റക്റ്റീവ് പാട്രിക്കിനെ നേരിൽ കണ്ടിട്ടുള്ളവർ വളരെ ചുരുക്കമാണ്. അപസർപ്പകനായ പാട്രിക്കിന് അദ്ദേഹത്തിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭക്ഷണക്രമം ഒരു പ്രത്യേക തരത്തിലുള്ളതാണ്. കൂടാതെ അദ്ദേഹം ഉപയോഗിക്കുന്ന തോക്ക്, ധരിക്കുന്ന വസ്ത്രം, വലിക്കുന്ന സിഗരറ്റ് എന്നിവ വസന്ത് വ്യൂ എന്ന പ്രത്യേക സ്ഥലത്ത് നിന്ന് ഉണ്ടാക്കുന്നവയാണ്. അദ്ദേഹത്തിൻ്റെ സ്നേഹിതനും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ ജോൺ ബർക്കലെയാണ് അവ നിർമ്മിച്ചിരിക്കുന്നത്. ആർക്കും അറിയില്ലാത്ത ഒരു പരമരഹസ്യമാണിത്. ഹിപ്നോട്ടിസ്റ്റിൻ്റെ മനഃശക്തിയും മാന്ത്രികൻ്റെ കരകൗശലവും അപസർപ്പകനായ പാട്രിക്കിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. കണ്ണടച്ചു തുറക്കുന്നതിനുള്ളിൽ തൻ്റെ മുൻപിലിരിക്കുന്ന പുസ്തകം കോട്ടിനുള്ളിൽ ഒളിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൈവേഗതയുടെ ഒരംശം മാത്രമാണ്. ശത്രുവിനെ പോലും മനഃശാസ്ത്രപരമായ സമീപനം കൊണ്ട് വശീകരിക്കാൻ അദ്ദേഹത്തിനുള്ള കഴിവ് അത്ഭുതാവഹമാണ്. പാട്രിക്കിൻ്റെ മുൻപിലായി ഒരു ടെലിവിഷൻ ഇരിപ്പുണ്ട്. അടുത്തു തന്നെ ഒരു ചുവന്ന ബൾബിൽ നിന്നും നേരിയ പ്രകാശം ഉയരുന്നു. ഒരു മുകുളത്തിൻ്റെ ആകൃതിയുള്ള ആ ബൾബിൽ ദൃഷ്ടികൾ ഉറപ്പിച്ച് അദ്ദേഹം നിശബ്ദനായിരിക്കുകയാണ്. എന്തെങ്കിലും അഗാധമായി ചിന്തിക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ ഇരിക്കുക പതിവാണ്. അടുത്തു തന്നെ ഒരു ഗ്ലോബിൻ്റെ ഒരു വശത്ത് മാത്രമേ പ്രകാശം പതിഞ്ഞിരിക്കുന്നുള്ളൂ. ഒരു വശം ഇരുട്ടിലായിരുന്നു. "ഈയിടെ ആസ്ട്രേലിയയിൽ ചില കൊലപാതകങ്ങൾ നടന്നതായി പത്രങ്ങളിൽ വാർത്തയുണ്ടായിരുന്നല്ലോ." "ഞാനും വായിച്ചു. അവിടെയും ഡോക്ടർ സീറോ എന്ന നാമം ഒരു പേടി സ്വപ്നമായി തീർന്നിരിക്കുകയാണ്. 3 കുറ്റാന്വേഷകരല്ലേ കൊല്ലപ്പെട്ടത്? എന്തായിരിക്കും ഘാതകൻ ഇതുകൊണ്ടുള്ള ഗുണം?" പാട്രിക് ഗ്ലോബ് കറക്കി ആസ്ട്രേലിയയിലേക്ക് ദൃഷ്ടികളോന്നി ഒരു നിമിഷം ഇരുന്നു. "ഇസഡ് എന്ന നാമത്തോടുകൂടിയ ഒരു സ്വർണ്ണ കൊള്ളക്കാരനെ പറ്റിയും വാർത്തയുണ്ടായിരുന്നല്ലോ." പാട്രിക് വീണ്ടും ഗ്ലോബ് കറക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് മേശപ്പുറത്തിരുന്ന ടെലിഫോൺ ശബ്ദിച്ചു. പാട്രിക് കൈനീട്ടി റിസീവർ എടുത്തു. "ഹലോ, ആരാണ്?" "ഞാൻ ജാക്സൺ."
കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിലുള്ള ഒരു റോഡിലൂടെ മഞ്ഞ കാർ പാഞ്ഞു പോയിട്ടുണ്ട്. അതിൽ ഒരു യുവതി മയങ്ങി കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മിന്നൽ പോലെ ഒന്ന് കാണാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. ഈ പാതിരാത്രിയിൽ വായു പോലെ പോയ കാറിനെ എനിക്ക് സംശയമുണ്ട്. സാർ ഉടൻ തന്നെ വരിക. മറുവശത്തു നിന്നും റിസീവർ താഴ്ത്തി വയ്ക്കുന്നതിൻ്റെ ശബ്ദം പാട്രിക് കേട്ടു. റിസീവർ ക്രാഡിൽ വെച്ചിട്ട് അദ്ദേഹം ജോണിനോട് വിവരം പറഞ്ഞു. ചിലപ്പോൾ ഏതെങ്കിലും തസ്കരന്മാരായിരിക്കും മിസ്റ്റർ പാട്രിക്. ഈ ലണ്ടൻ നഗരത്തിൽ വളരെയധികം അക്രമങ്ങൾ എന്നും നടക്കുന്നുണ്ട്, ജോൺ പറഞ്ഞു. ശരി, ഒന്ന് അന്വേഷിച്ചു കളയാം. പാട്രിക് മേശപ്പുറത്തെ സ്വിച്ച് ബോർഡിലെ ഒരു സ്വിച്ച് അമർത്തി. മുറിയുടെ വശത്ത് അടുത്ത മുറിയിലേക്കുള്ള വാതിൽ പ്രത്യക്ഷപ്പെട്ടു. പാട്രിക് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി. ഓവർകോട്ട് എടുത്ത് ധരിച്ചു. ഹാറ്റ് തലയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ആ വലിയ കെട്ടിടത്തിന് പുറത്തു വന്നു. ഗാരേജിൽ നിന്നും കാറെടുത്തു. കാർ മുറ്റത്തുകൂടെ ഗേറ്റിന് നേരെ തിരിക്കുമ്പോൾ പാട്രിക് ജോണിന് നേരെ കൈവീശി. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ആ റോൾസ് റോയ്സ് കാർ കട്ടപിടിച്ച അന്ധകാരത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് മുന്നോട്ട് പാഞ്ഞുകൊണ്ടിരുന്നു. നിയോൺ പരസ്യങ്ങൾ പുറകോട്ട് പാഞ്ഞുപോയി. സെൻറ്റ് പോൾസ് കത്തീഡ്രലിൻ്റെ സമീപത്ത് കൂടി കാർ അതിവേഗം പാഞ്ഞു. ക്ലിയോപാട്രയുടെ സൂചി സ്തംഭവും കടന്നപ്പോൾ വാട്ടർലൂ പാലത്തിൻ്റെ ബൾബിൻ്റെ പ്രകാശം കണ്ടു. കാർ വേഗത്തിൽ അവിടേക്ക് കുതിച്ചു. ബിഗ് ബെൽ ഗോപുരത്തിന് സമീപത്ത് ഒരു കാറിൻ്റെ പ്രകാശം മിന്നിമറയുന്നത് ഡിറ്റക്റ്റീവ് പാട്രിക് കണ്ടു. നിമിഷങ്ങൾക്ക് ശേഷം ആ പ്രകാശം വീണ്ടും അദ്ദേഹം കണ്ടു. ജാക്സൺ അറിയിച്ച കാർ അതുതന്നെയാണെന്ന് അദ്ദേഹം കരുതി. കാർ വാട്ടർലൂ പാലത്തിൽ നിന്നും അല്പം അകലെയായി നിർത്തി. ആകാശം കാർമേഘാവൃതമായിരുന്നതിനാൽ പതിവിലേറെ ഇരുട്ടുണ്ട്. ആ ഇരുട്ടിൽ വളരെ അടുത്തെത്താതെ ആ കാറിനെ കാണാൻ സാധിക്കുമായിരുന്നില്ല. പാട്രിക് കാറിൽ നിന്നിറങ്ങി. ആ കാർ പാലം കടന്ന് തൻ്റെ സമീപത്തേക്ക് തന്നെ വരുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. വാട്ടർലൂ പാലത്തിൻ്റെ അടിയിൽ തോംസ് നദി അഴകറ്റൊരു വളവുളവാക്കിക്കൊണ്ട് താളമകവിലാസത്തോടെ പ്രഹരിക്കുന്നു. വലതുകരയിൽ അല്പം അകലെ പാർലമെൻറ്റ് മന്ദിരങ്ങളും ബിഗ് ബെൽ ഗോപുരവും നിശബ്ദതയിൽ കുളിച്ച് പഴയ സ്മാരകങ്ങളെ അയവിറക്കിക്കൊണ്ട് നിൽക്കുന്നു. മറുകരയിൽ സാവോയ് ഹോട്ടലും ക്ലിയോപാട്രയുടെ സൂചിസ്തംഭവും അതിൻ്റെ കാൽക്കലെ കറുത്ത സ്ഫിങ്സ് പ്രതിമകളും ചക്രവാളത്തിൽ നിന്നുള്ള ഇരുണ്ട പ്രകാശത്തിൽ ഭീതി ജനിപ്പിക്കുന്ന കോട്ട പോലെ കാണപ്പെട്ടു. ദൂരെ മറ്റൊരു ഭാഗത്ത് സെൻറ്റ് പോൾസ് കത്തീഡ്രലിൻ്റെ മകുടം ഇരുട്ടിൽ ഉയർന്നു നിൽക്കുന്ന മുത്തുകുട പോലെ തോന്നിച്ചു. മറുകരയിലൂടെ പാഞ്ഞു വന്ന കാർ വാട്ടർലൂ പാലത്തിലേക്ക് പ്രവേശിച്ചു. നിമിഷം കൊണ്ട് കാർ പാലം കടന്നു. പാലത്തിൽ നിന്നുള്ള പ്രകാശം കൂടുതൽ പതിക്കാത്ത ഒരു ഭാഗത്ത് കാറിനിറങ്ങി നിന്നു. പാട്രിക് ആ ഭാഗത്തേക്ക് നടന്നു. കാറിൽ നിന്ന് 2 പേർ പുറത്തിറങ്ങി. ദീർഘകായന്മാരായ അവർ കറുത്ത കോട്ടാണ് ധരിച്ചിരിക്കുന്നത്. തലയിൽ ഹാറ്റുമുണ്ട്. അവരുടെ പ്രവൃത്തികൾ വ്യക്തമായി കാണാവുന്ന ഒരു ഭാഗത്ത് മാറി ഡിറ്റക്റ്റീവ് പാട്രിക് നിന്നു. എന്നാൽ അവർക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കുമായിരുന്നില്ല. അദ്ദേഹം വാച്ചിൽ നോക്കി. റേഡിയോ ഡയൽ 1-5. കാറിൽ നിന്നിറങ്ങിയവർ പുറകിലത്തെ ഡോർ തുറന്ന് എന്തോ വലിച്ചു പുറത്തിട്ടു. ഡിറ്റക്റ്റീവ് സൂക്ഷിച്ചു നോക്കി. ഒരു സ്ത്രീയായിരുന്നു അത്. ഒരു സ്ത്രീയുടെ ജഡം. അവർ ആ ജഡം പൊക്കിയെടുത്ത് നദിയിലെറിയാനാണ് ഒരുങ്ങുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും റിവോൾവർ എടുത്തു. അവർ നദിയുടെ സമീപത്തേക്ക് ആ മൃതദേഹവുമായി നടന്നു. ടേ! അവളെ നദിയിലെറിയാൻ ആഞ്ഞതും വെടിപൊട്ടിയതും ഒപ്പം. ഒരുവൻ്റെ കൈക്കാണ് വെടികൊണ്ടത്. മൃതശരീരത്തിൽ നിന്നുള്ള അയാളുടെ പിടിവിട്ടു. അപരൻ ഓടി രക്ഷപ്പെടുവാൻ തുനിഞ്ഞു. കുറ്റാന്വേഷകൻ്റെ റിവോൾവർ ഒന്നുകൂടി ഗർജിച്ചു. ബുള്ളറ്റ് അയാളുടെ കാലിലാണ് കൊണ്ടത്. അയാൾ മറിഞ്ഞു വീണു. നിലത്ത് കിടന്നിഴഞ്ഞു. കൈക്ക് വെടിയേറ്റവൻ രക്ഷപ്പെടാൻ തുനിയുന്നതിന് മുൻപേ ഡിറ്റക്റ്റീവ് അയാളുടെ നേരെ ചെന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലെ തീ തുപ്പാൻ തയ്യാറായി നിൽക്കുന്ന റിവോൾവർ കണ്ടപ്പോൾ അയാൾ പന്തം കണ്ട പെരുച്ചാഴി പോലെ പകച്ചു നിന്നു. അതേസമയം പാലത്തിലൂടെ ഒരു വാൻ പാഞ്ഞു വന്നു. ആ കാറിന് സമീപമായി വാൻ നിന്നു. ജാക്സണും പോലീസുകാരും അതിൽ നിന്നും ഇറങ്ങി. 2 ഘാതകന്മാരെ പോലീസ് പിടികൂടി. ജീവഹാനി സംഭവിച്ചെങ്കിലും അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത് ആവശ്യമായിരുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് അവരെ സന്ദർശിച്ചു. കൊള്ളാം എന്ന് പറഞ്ഞ് ഡിറ്റക്റ്റീവ് തൻ്റെ താമസ സ്ഥലത്തേക്ക് മടങ്ങി. ഡിറ്റക്റ്റീവ് പാട്രിക് ഹോസ്പിറ്റലിലെത്തിയപ്പോൾ ജാക്സണും പാർട്ടിയും ആ ഘാതകന്മാരെ പരിശോധിച്ചു കഴിഞ്ഞിരുന്നു. അവരിൽ ഒരുവൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞ് ജാക്സൺ ഒരു കവർ പാട്രിക്കിനെ ഏൽപ്പിച്ചു. അദ്ദേഹം കവർ തുറന്നു. അതിലെ കടലാസിൽ ഇത്രമാത്രം എഴുതിയിരുന്നു: ലണ്ടൻ ഏജന്റ് നമ്പർ 8. എല്ലാം ഭംഗിയായി നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇസറ്റ്, അഡ്ലൈഡ്, സൗത്ത് ഓസ്ട്രേലിയ. കടലാസ് മടക്കി കവറിൽ തന്നെ ഇട്ടുകൊണ്ട് ജാക്സനെ ഏൽപ്പിച്ചു. മരിച്ച സ്ത്രീയെപ്പറ്റി എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? ഡിറ്റക്റ്റീവ് ചോദിച്ചു. ഇല്ല. ഘാതകന്മാരെ ചോദ്യം ചെയ്തോ? അവരിൽ നിന്നും ഒന്നും കിട്ടിയില്ല. 2 പേരും നാവ് അനക്കുന്നു പോലുമില്ല. ഡോക്ടർ എന്തു പറഞ്ഞു? അദ്ദേഹം പറയുന്നത് അല്പം കഴിഞ്ഞ് അവരുടെ മുറിവിൻ്റെ വേദന അല്പം ശമിച്ചു കഴിയുമ്പോൾ എല്ലാം ചോദിച്ച് മനസ്സിലാക്കാമെന്നാണ്. ഒരു നേഴ്സ് അവരുടെ സംസാരത്തിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് കടന്നു വന്നു. താങ്കൾക്കൊരു കോൾ വന്നിട്ടുണ്ട്, അവൾ ജാക്സനെ നോക്കി പറഞ്ഞു. മിസ്റ്റർ പാട്രിക്, വെയിറ്റ് എ മിനിറ്റ്, ഞാൻ ഉടൻ വരാം. ജാക്സൺ ഓഫീസ് മുറിയിലേക്ക് പോയി. 2 മിനിറ്റിന് ശേഷം അയാൾ തിരിച്ചെത്തി. മിസ്റ്റർ പാട്രിക്, മരിച്ച സ്ത്രീയെപ്പറ്റി അറിവ് കിട്ടിയിരിക്കുന്നു. പേര് മാർഗരറ്റ്. അവൾ ന്യൂയോർക്കിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയായിരുന്നു. അവധിക്ക് നാട്ടിൽ വന്നതാണത്രേ. തിരിച്ച് വിക്ടോറിയയിൽ നിന്നും ട്രെയിനിൽ സത്താംപ്ടണിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരുന്നത്. അവളുടെ പിതാവും കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ആ വൃദ്ധൻ്റെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഘാതകന്മാർ അവളെ വിക്ടോറിയ സ്റ്റേഷനിൽ നിന്നും തട്ടിക്കൊണ്ടു പോന്നു.
മകളെ കാണാതായ വൃദ്ധൻ ആകെ പരിഭ്രമമായി. അവസാനം പോലീസ് സ്റ്റേഷനിലെത്തി. അയാൾ പറയുന്നത് അവളുടെ കയ്യിൽ 96 പവൻ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഘാതകർ അവളെ കൊന്നത് പണത്തിനു വേണ്ടിയാണല്ലേ? അങ്ങനെ തന്നെ വിശ്വസിക്കാം. മിസ്റ്റർ ജാക്സൺ, ഒരു ഉപകാരം ചെയ്യാമോ? ഘാതകനിൽ നിന്നും രഹസ്യങ്ങൾ ഉടനെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അല്പം ആലോചിച്ച ശേഷം പാട്രിക് ചോദിച്ചു. എന്തുപകാരമാണ്? ഡോക്ടറുടെ അനുവാദത്തോടുകൂടി ഘാതകരിൽ ഒരുവനെ ഏകാന്തമായ ഒരു മുറിയിലേക്ക് മാറ്റണം. എങ്കിൽ ഡോക്ടർ ജോണിനെ ഞാൻ വരുത്താം. അദ്ദേഹം ഹിപ്നോട്ടൈസ് ചെയ്ത് അയാളിൽ നിന്നും രഹസ്യങ്ങൾ പുറത്തെടുക്കും. ശരി, താങ്കൾ അദ്ദേഹത്തെ വിളിക്കൂ. അയാളെ ഒരു മുറിയിലേക്ക് മാറ്റുന്ന കാര്യം ഞാൻ ഏറ്റു. ജാക്സൺ വീണ്ടും ഓഫീസിലേക്ക് പോയി. ഡിറ്റക്റ്റീവ് പാട്രിക് ജോണിനെ ഫോൺ വഴി വിളിച്ചു. ഏകാന്തമായ ഒരു മുറിയിലേക്ക് ഘാതകൻ മാറ്റപ്പെട്ടു. ഡോക്ടർ ജോൺ തൻ്റെ കാറിൽ വന്നിറങ്ങി. മറ്റാരുമില്ലാത്ത ഘാതകൻ്റെ മുറിയിലേക്ക് ഡോക്ടർ ജോൺ കയറിപ്പോയി. അരമണിക്കൂറിന് ശേഷം അദ്ദേഹം തിരിച്ചു വന്നു. ആ മുഖം വികസിച്ചിരുന്നു. എങ്ങനെയുണ്ട്? വിജയിച്ചോ? ഡിറ്റക്റ്റീവ് അദ്ദേഹത്തിൻ്റെ പുറത്ത് തട്ടി. യെസ്. കത്തിലെ ഇസഡ് ഒരു ഭയങ്കര ഗൂഢസംഘത്തിൻ്റെ തലവനാണ്. എന്നാൽ അതാരാണെന്ന് ഘാതകൻ അറിയില്ല. എന്നാൽ അയാൾ ഇസഡിൻ്റെ കീഴിലാണ് ജോലി നോക്കുന്നത്. ഈ ലണ്ടനിലും അവൻ്റെ സഹപ്രവർത്തകരുണ്ടെന്ന് പറഞ്ഞു. ഹീത്ത്ഫീൽഡ് ഹോട്ടലിലാണ് ഘാതകൻ 2 ആഴ്ച കാലമായി താമസിച്ചിരിക്കുന്നതെന്നും പറഞ്ഞു. ആസ്ട്രേലിയയെ പറ്റി എന്താണ് പറഞ്ഞത്? ഗൂഢസംഘത്തിൻ്റെ കമാൻഡറായ ഇസഡ് അഡ്ലെയ്ഡിലാണെന്നാണ് അയാളുടെ വിശ്വാസം. ഈ സംഘത്തെ നമുക്ക് അമർച്ച ചെയ്യാൻ കഴിയുമോ ജോൺ? മിസ്റ്റർ പാട്രിക്, താങ്കൾക്കിതിന് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്കൾ താമസിയാതെ തന്നെ അഡ്ലെയ്ഡിലേക്ക് പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. എങ്കിൽ ഉടനെ തന്നെ യാത്രയ്ക്ക് തയ്യാറെടുക്കാം. ഓക്കെ. ഇരുവരും കാറിൽ കയറി താമസ സ്ഥലത്തേക്ക് തിരിച്ചു. ലണ്ടൻ വിമാനത്താവളത്തിൽ നിന്നും വിമാനം ഉയർന്നു പൊങ്ങി. പാട്രിക് ജാലകത്തിലൂടെ വെളിയിലേക്ക് നോക്കി. ലണ്ടൻ നഗരം ദൃഷ്ടിയിൽ നിന്നും മാഞ്ഞുകൊണ്ടിരുന്നു. അകലെ ഇംഗ്ലീഷ് ചാനൽ അദ്ദേഹം കണ്ടു. ഇംഗ്ലണ്ടിൻ്റെ തെക്ക് കിഴക്കൻ തീരപ്രദേശങ്ങൾ ഒരു ചലച്ചിത്രത്തിലെന്നതുപോലെ ദൃശ്യമായി. ന്യൂഹാമൻ തുറമുഖവും അവിടെ നങ്കൂരമടിച്ചു നിൽക്കുന്ന കപ്പലുകളും കാണാൻ എന്തു മനോഹരമാണ്. ഇംഗ്ലീഷ് ചാനലിൻ്റെ മുകളിലൂടെയാണ് വിമാനം പറക്കുന്നത്. താഴെ കാറും കോളും കുറഞ്ഞ കടൽ തിരകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് കപ്പലുകൾ സഞ്ചരിക്കുന്നു. സമയം ഇഴഞ്ഞു നീങ്ങി. കടൽ തീരങ്ങൾ അകലെ ദൃശ്യമായി. പ്രകൃതി രമണീയമായ ഫ്രാൻസിൻ്റെ തീരപ്രദേശങ്ങൾ അദ്ദേഹം കണ്ടു. പാട്രിക് വിമാനത്തിലെ തൻ്റെ സഹയാത്രികരെ ഒന്ന് നോക്കി. 70ഓളം യാത്രക്കാർ ആ വിമാനത്തിലുണ്ടായിരുന്നു. പലരും അടുത്ത സീറ്റിലിരിക്കുന്നവരുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എഞ്ചിൻ്റെ ശബ്ദം കൊണ്ടുള്ള ശല്യം തടയുന്നതിന് ചിലർ ചെവിയിൽ പഞ്ഞു വച്ചിരിക്കുന്നു. ഒരു സീറ്റിൽ തനിച്ചിരിക്കുന്ന ഒരു കുട്ടിക്ക് എയർ ഹോസ്റ്റസ് ചോക്ലേറ്റ് നൽകുകയും അവരുടെ ആവശ്യങ്ങൾ അറിയുകയും ചെയ്യുന്നു. പാട്രിക്കിൻ്റെ അടുത്ത സീറ്റിൽ ഇരുന്നത് ഒരു യുവതിയായിരുന്നു. 18 വയസ്സ് പ്രായം വരുന്ന ആ യുവതി ഏതോ മാസികയും അയച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പാട്രിക് അതിൻ്റെ പുറം കവറിലേക്ക് നോക്കി. ഒരു എറിഷ് വെൻഡയുടെ അർദ്ധനഗ്നമായ ചിത്രമാണ് അതിലുണ്ടായിരുന്നത്. ബ്രേസിയറിൻ്റെ പരസ്യമാണ്. പ്ലീസ് ഗീവ് മീ ദാറ്റ് മാഗസിൻ. അവർ വായന നിർത്തിയപ്പോൾ പാട്രിക് ചോദിച്ചു. അവൾ പാട്രിക്കിനെ ഒന്ന് നോക്കി. മാസിക പാട്രിക്കിൻ്റെ നേരെ നീട്ടി. അദ്ദേഹം അത് വാങ്ങി. അതിൻ്റെ പേജുകൾ അലസമായി മറിച്ചു. സെൻട്രൽ പേജിലെ ചിത്രം അദ്ദേഹത്തെ ആകർഷിച്ചു. 2 യുവമിഥുനങ്ങളുടെ ആലിംഗന രംഗമായിരുന്നു അത്. ഇരുവശങ്ങളിലും ലണ്ടൻ, മോസ്കോ തുടങ്ങിയ വൻ നഗരങ്ങളുടെ ചിത്രങ്ങളുമുണ്ടായിരുന്നു. ഫ്രം റഷ്യ വിത്ത് ലവ് എന്ന ജെയിംസ് ബോണ്ട് ചിത്രത്തിൻ്റെ പരസ്യമായിരുന്നു അത്. അടുത്ത പേജിൽ ഒരു കുറ്റാന്വേഷണ നോവലിൻ്റെ ആദ്യ അധ്യായം ആരംഭിക്കുകയായിരുന്നു. ഡയമണ്ട് ഡാർവിൻ എന്ന ഭീകരനായ വജ്രക്കൊള്ളക്കാരൻ്റെ കഥയായിരുന്നു അത്. പാട്രിക് അതിൻ്റെ ചില ഭാഗങ്ങൾ വായിച്ചു. താങ്ക്സ്. വായന കഴിഞ്ഞപ്പോൾ അദ്ദേഹം മാസിക തിരിച്ചു കൊടുത്തു. ഒരു പുഞ്ചിരിയോടെ അവൾ അത് വാങ്ങി പെട്ടിയിൽ വെച്ചു. കവിത വിരിയുന്ന മിഴികളിലും ആപ്പിൾ കണക്കെ ചുവന്നു തൊടുത്ത കവിൾ തടങ്ങളിലും ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ നയനങ്ങൾ ഇഴഞ്ഞു നടന്നു. അവളുടെ മുഖത്ത് ലജ്ജ മൂടുപടമിടുന്നത് അദ്ദേഹം കൗതുകത്തോടെ നോക്കിയിരുന്നു. വശ്യമായ ഒരു മന്ദഹാസം അവളുടെ ലിപ്സ്റ്റിക് പുരട്ടി ചുവപ്പിച്ച അധരങ്ങളിൽ നൃത്തം ചെയ്തു. അവൾ നാണത്തോടെ തലകുനിച്ചു. യുവർ ഗുഡ് നെയിം പ്ലീസ്? പാട്രിക് അവളോട് ചോദിച്ചു. മരിയ ബ്രൗൺ. അവൾ ചായം പുരട്ടിയ കാലിലെ നഖങ്ങളിലേക്ക് നോക്കിയിരുന്നു. ഇനി എന്താണ് ചോദിക്കേണ്ടത്? പാട്രിക് ആലോചിച്ചു. അപ്പോഴാണ് മരിയ ചോദിച്ചത്. താങ്കളുടെ പേരെന്താണെന്ന് പറഞ്ഞില്ലല്ലോ. എൻ്റെ പേര് പാട്രിക് ന്യൂറോൺ. വീണ്ടും നിശബ്ദത അവർക്കിടയിൽ ഒരു അദൃശ്യമതിൽ നിർമ്മിച്ചു. ഭവതി എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്? പാട്രിക് നിശബ്ദതയ്ക്ക് വിരാമമിട്ടു. ആസ്ട്രേലിയയ്ക്ക്. പെർത്തിൽ എൻ്റെ ഒരു കസിനുണ്ട്. താങ്കളോ? അവൾ അദ്ദേഹത്തിൻ്റെ നേരെ നോക്കി. ഞാനും ആസ്ട്രേലിയക്ക് തന്നെ. എന്നാൽ എനിക്ക് അഡ്ലെയ്ഡിലാണ് എത്തേണ്ടത്. താങ്കളുടെ ആരാണ് അവിടെയുള്ളത്? കുഴയ്ക്കുന്ന ചോദ്യം. താനൊരു ഡിറ്റക്റ്റീവാണെന്ന് ഇവളോട് പറയണോ? വേണ്ട. തന്നെപ്പറ്റിയും തൻ്റെ യാത്രയുടെ ഉദ്ദേശവും ആരും അറിയരുത്. അത് രഹസ്യമായിരിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതിനാൽ ഒരു കള്ളം പറഞ്ഞു. എൻ്റെ ചേട്ടൻ എവിടെയുണ്ട്? വീണ്ടും നിശബ്ദത. വിമാനത്തിൻ്റെ ഇരുമ്പൽ ശബ്ദത്തിന് യാതൊരു കുറവുമില്ല. പാട്രിക് ജനലിലൂടെ നോക്കി. മധ്യധരണ്യയുടെ മുകളിലൂടെയാണ് വിമാനം പറക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് മരിച്ച ഡോക്ടർ സീറോയെ കഴിഞ്ഞ ദിവസം നേരിൽ കണ്ടതായി ചില പത്ര റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നല്ലോ. അതിനെപ്പറ്റി മിസ് മരിയയുടെ അഭിപ്രായം എന്താണ്? പാട്രിക് അവളുടെ നേരെ നോക്കി. ശരിയായിരിക്കാം. ലേഖകൻ അദ്ദേഹത്തെ നേരിൽ കണ്ടുവെന്നല്ലേ പറഞ്ഞത്?
യാതൊരു ഭാവവ്യത്യാസവും കൂടാതെ അവൾ പറഞ്ഞു. പാട്രിക്കിനതിൽ അത്ഭുതം തോന്നി. മരിച്ച മനുഷ്യൻ ജീവിക്കുക എന്ന അസാധാരണ സംഭവത്തെ അവൾ വളരെ നിസ്സാരമായി തള്ളിക്കളയുമെന്ന് അദ്ദേഹം കരുതിയിരുന്നില്ല. മരിച്ച മനുഷ്യൻ ജീവിക്കുമെന്ന് ഭവതി വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഡോക്ടർ സീറോ മരിച്ചുവെന്നതിന് എന്താണ് തെളിവ്? ഡോക്ടർ യാത്ര ചെയ്തിരുന്ന വിമാനം സ്പെയിനിലെ കൊടുമുടിയിൽ തട്ടിത്തകർന്നു പോയില്ലേ? വിമാനം തകർന്നതോടുകൂടി അതിലെ യാത്രക്കാരും മരിച്ചില്ലേ? പിന്നെ എങ്ങനെയാണ് ഡോക്ടർ ജീവിക്കുന്നത്? വിമാനവും അതിലെ യാത്രക്കാരും നശിച്ചു, ശരി തന്നെ. എന്നാലും ഡോക്ടർ രക്ഷപ്പെട്ടിരിക്കാം. എങ്ങനെ? അവൾക്ക് ഡോക്ടറെ പറ്റി കൂടുതൽ അറിവുണ്ടെന്ന് പാട്രിക്കിന് തോന്നി. അദ്ദേഹം അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു എന്നതിന് ഒരു തെളിവില്ലേ? അദ്ദേഹത്തെ നേരിൽ കണ്ടു എന്നതർത്ഥം. ശരിയായിരിക്കാം. എന്നാൽ സീറോ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? അദ്ദേഹം വിമാനത്തിൽ നിന്നും രക്ഷപ്പെട്ട ശേഷമായിരിക്കാം അത് അപകടത്തിലായത്. ഒരു നിസ്സാര കാര്യം പറയുന്നത് പോലെ അവൾ പറഞ്ഞു. സ്പെയിനിൻ്റെ മുകളിലെത്തിയപ്പോൾ ഡോക്ടർ വിമാനത്തിൽ നിന്നും താഴേക്ക് ചാടിയെന്നും എന്നിട്ട് വിമാനം വെടിവെച്ച് തകർത്തുവെന്നുമല്ലേ മിസ് മരിയ പറഞ്ഞതിൻ്റെ അർത്ഥം? പാട്രിക് അവളുടെ നേരെ നോക്കി. മരിയ ഒരു നിമിഷം പാട്രിക്കിൻ്റെ നേരെ തുറച്ചു നോക്കി. അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് അവൾ മറുപടി പറഞ്ഞില്ല. പാട്രിക് ഒരു നിമിഷം അവളെപ്പറ്റി ആലോചിച്ചു. മരിയയ്ക്ക് ഡോക്ടർ സീറോയെപ്പറ്റി അറിയാമെന്നുള്ളത് ശരി തന്നെ. അവളുടെ സംസാരത്തിൽ നിന്നും അത് വ്യക്തമാകുന്നുണ്ട്. മാത്രമല്ല അവൾ സീറോയെ ബഹുമാനിക്കുന്നുമുണ്ട്. അദ്ദേഹം എന്നാണല്ലോ അവൾ ഡോക്ടറെക്കുറിച്ച് പറയുന്നത്. അവൾ പറയുന്നത് ശരിയാണെങ്കിൽ ഡോക്ടർ സീറോ അപകടപ്പെട്ടില്ല. അയാൾ സ്വയം രക്ഷപ്പെട്ടുകൊണ്ട് വിമാനം നശിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പാരച്യൂട്ടിൻ്റെ സഹായത്തിലായിരിക്കണം അയാൾ നിലത്തിറങ്ങിയത്. വിമാനത്തെപ്പറ്റി അന്വേഷണത്തിലെത്തിയവർ വിമാനപർവ്വതത്തിൽ തട്ടി തകർന്നതാണെന്ന് കരുതി. എന്നാൽ ഈ സാഹസം ചെയ്തതുകൊണ്ട് അയാൾക്കുള്ള ഗുണമെന്താണ്? ഈ 10 വർഷക്കാലം അയാൾ അജ്ഞാതവാസം നടത്തിയത് എന്തിനാണ്? ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ. ഭവതി ഡോക്ടറെ നേരിൽ കണ്ടിട്ടുണ്ടോ? പാട്രിക് ചോദിച്ചു. ഉവെന്നോ ഇല്ലെന്നോ അവൾ മറുപടി പറഞ്ഞില്ല. പഞ്ഞിക്കഷ്ണങ്ങൾ പോലെ വായുവിലൂടെ ഒഴുകി നടക്കുന്ന മേഘശകലങ്ങളെ ജാലകത്തിലൂടെ നോക്കിക്കൊണ്ട് അവൾ ഇരുന്നു. പാട്രിക് അവളെ ബലമായി സംശയിക്കുന്നു. തീർച്ചയായും അവൾക്ക് ഡോക്ടറുമായി ബന്ധമുണ്ട്. അദ്ദേഹം വെളിയിലേക്ക് നോക്കി. എന്തു മനോഹരമാണല്ലേ? അവൾ മൊഴിഞ്ഞു. വായുവിലൂടെ ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന വെളുത്ത മേഘശകലങ്ങളിൽ സൂര്യകിരണങ്ങൾ പുൽകുമ്പോൾ അത് വെള്ളി പോലെ തിളങ്ങുന്നത് കാണാൻ വളരെ മനോഹാരിതയുണ്ട്. പാട്രിക് അവളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. അവളുടെ ചെമ്പവിഴാതരങ്ങൾ വിടർന്നു. ആ മൃദു മന്ദഹാസത്തിന് അതിലും സൗന്ദര്യമുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. പാട്രിക് താഴേക്ക് നോക്കി. അടിയിൽ വിശാലമായ കടൽ. അതേതായിരിക്കും? വിമാനം പുറപ്പെട്ട സമയവും വിമാനത്തിൻ്റെ വേഗതയും ഇപ്പോഴത്തെ സമയവും അറിയാമായിരുന്നെങ്കിൽ. അദ്ദേഹം മനസ്സിൽ കണക്കുകൂട്ടി. വിമാനം അറബിക്കടലിൻ്റെ മുകളിലൂടെയാണ് പറക്കുന്നത്. ഇനിയും വളരെ സമയം കഴിയണം ആ ആശ്രയിൽ എത്തിച്ചേരാൻ. മരിയ ബ്രൗൺ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു. അവളുടെ കയ്യിൽ ഒരു ചെറിയ പുസ്തകമുണ്ടായിരുന്നു. 10 സെൻറ്റിമീറ്റർ നീളവും 7 സെൻറ്റിമീറ്റർ വീതിയും 3 സെൻറ്റിമീറ്റർ കനവുമുള്ള ഒരു പുസ്തകം. അതിന് കട്ടിയുള്ള വയലറ്റ് നിറത്തിലുള്ള ബയൻഡും ഉണ്ടായിരുന്നു. പാട്രിക് വീണ്ടും വെളിയിലേക്ക് നോക്കിയിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞിട്ടും തൻ്റെ സ്നേഹിത മടങ്ങി വരാത്തത് കണ്ടപ്പോൾ പാട്രിക് ബാത്റൂമിലേക്ക് നടന്നു. അതിൻ്റെ വാതിൽ ഉള്ളിൽ നിന്നും ബന്ധിച്ചിരുന്നു. ഉള്ളിൽ ആരോ ഉണ്ടെന്ന് സ്പഷ്ടം. മരിയ ആയിരിക്കുമോ? ഉള്ളിൽ നിന്നും ആരോ സംസാരിക്കുന്ന ശബ്ദം അദ്ദേഹം കേട്ടു. മരിയയുടെ ശബ്ദമാണ്. അവളുടെ കൂടെ ആരാണുള്ളത്? അവൾ ആരോടാണ് സംസാരിക്കുന്നത്? പാട്രിക് വാതിലിൻ്റെ വിടവിലൂടെ ഉള്ളിലേക്ക് നോക്കി. അവിടെ മരിയ മാത്രമേ ഉള്ളൂ. അവളുടെ കയ്യിൽ ആ പുസ്തകം തുറന്നു പിടിച്ചിട്ടുണ്ട്. അതൊരു പുസ്തകമല്ല, ഒരു വയർലെസ് യന്ത്രമാണ്. എനിക്ക് ഒരു സ്നേഹിതനെ കിട്ടി, പാട്രിക്. അയാളും ആസ്ട്രേലിയക്കാണ്. അയാളുടെ സംസാരം കേട്ടിട്ട് ഒരു കുറ്റാന്വേഷകൻ്റെ മട്ടുണ്ട്. അവൾ യന്ത്രത്തിലൂടെ സംസാരിച്ചു. പാട്രിക് ഒന്നും ഞെട്ടാതിരുന്നില്ല. അദ്ദേഹം ഒരു അപസർപ്പകനാണെന്ന് അവൾ മനസ്സിലാക്കിയിരിക്കുന്നു. അയാൾ എന്നെ സംശയിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ എന്ത് ചെയ്യണം? ശരി സാർ, താങ്ക് യു. അവൾ വയർലെസ് യന്ത്രം അടച്ചു. പാട്രിക് വേഗം അവിടെ നിന്നും തൻ്റെ സീറ്റിൽ വന്ന് വെളിയിലേക്ക് നോക്കിയിരുന്നു. അവൾക്ക് തന്നിൽ സംശയം തോന്നരുതല്ലോ. മരിയ ബാത്റൂമിൽ നിന്നും പുറത്തു വന്നു. പാട്രിക് വെളിയിലേക്ക് നോക്കിയിരിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് സമാധാനമായി. അവൾ വയർലെസ് യന്ത്രം പെട്ടിയിൽ വെച്ച് അടച്ചു. ഇപ്പോൾ തന്നെ ഇവളെ പിടികൂടണമോ? അദ്ദേഹം ആലോചിച്ചു. ഇപ്പോൾ ഇവളെ കീഴ്പ്പെടുത്തിയാൽ തനിക്കതിൽ നിന്നും വലിയ ഗുണമൊന്നും ഉണ്ടായെന്ന് വരില്ല. ചിലപ്പോൾ ഇവൾ സ്വയം ആത്മഹത്യ ചെയ്തുവെന്നും വരാം. ഇവളെ ഇപ്പോൾ സ്വതന്ത്രയാക്കുകയാണെങ്കിൽ ഇവളുടെ കൂടെയുള്ളവരെ പറ്റി തനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കും. ഇവളുടെ കസിൻ പെർത്തിലാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ തനിക്ക് അന്വേഷണത്തിന് ഉള്ള വകയായി. മരിയ ഒരു മുഖക്കണ്ണാടിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിഗൂഢ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരസ്പരസ്. വിമാനം പെർത്തിലിറങ്ങി. ബന്ധുക്കളെ സ്വീകരിക്കാൻ വന്നവരുടെയും യാത്ര അയക്കാൻ വന്നവരുടെയും ബഹളം. പാട്രിക് വിമാനത്താവളത്തിൽ നിന്നും പുറത്തു കടന്നു. അപ്പോൾ ഒരു മഞ്ഞക്കാർ പാഞ്ഞു പോകുന്നത് അദ്ദേഹം കണ്ടു. അതിൻ്റെ പുറകിലത്തെ സീറ്റിൽ മരിയ ബ്രൗൺ ഇരിപ്പുണ്ടായിരുന്നു. ആ കാർ ദൃഷ്ടിയിൽ നിന്നും മറയുന്നതുവരെ അദ്ദേഹം നോക്കി നിന്നു. അനന്തരം ഒരു ടാക്സി വിളിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. സായാഹ്നത്തോടുകൂടി പാട്രിക് കയറിയ ട്രെയിൻ ഓടിത്തുടങ്ങി. 50ഓളം വരുന്ന അതിൻ്റെ കമ്പാർട്ട്മെൻറ്റുകൾ കരഞ്ഞുകൊണ്ട് നീങ്ങി. പെർത്തിലെ കെട്ടിടങ്ങളെല്ലാം ഒരു പകൽ കിനാവ് കണക്കെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞുകൊണ്ടിരുന്നു. പാട്രിക് തൻ്റെ സഹയാത്രക്കാരെ നോക്കി. ആ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹത്തെ കൂടാതെ 4 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ഒരു പുരുഷനും ഒരു സ്ത്രീയും. 14 വയസ്സ് പ്രായമരുന്ന ഒരു പെൺകുട്ടിയും 5 വയസ്സുള്ള ഒരു ആൺകുട്ടിയും. അവർ ഒരു കുടുംബമാണെന്ന് തോന്നുന്നു. പാട്രിക് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. തെക്കുനിന്നും തണുത്ത കാറ്റടിക്കുന്നു. പാട്രിക് തലയിലെ കാറ്റ് മുഖത്തേക്ക് ചരിച്ചു വെച്ചു. പച്ചപിടിച്ച ആപ്പിൾ തോട്ടങ്ങൾ നയനാനന്ദകരമായൊരു കാഴ്ചയായിരുന്നു. അസ്തമയ സൂര്യൻ്റെ പൊൻകിരണങ്ങളേറ്റ് വൃക്ഷങ്ങളുടെ തലപ്പുകൾ രക്തനിറമായി. ചിത്രങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള പാകമായ ഗോതമ്പ് വയലുകൾ പരന്നു കിടക്കുന്നു. പകലോൺ കണ്ണടച്ചതോടുകൂടി ഇരുട്ട് പരന്നു. ഹരിതനിറം കലർന്ന പ്രദേശങ്ങൾ പ്രത്യക്ഷമായി. ട്രെയിൻ മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു. സെല്ലുകളെ മരവിപ്പിക്കുന്ന തണുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങി. പാട്രിക് തനിക്ക് പ്രിയപ്പെട്ട ഒരു കിങ് ആൻഡ് സ്പിങ് സിഗരറ്റിന് തീ കൊളുത്തി. അതിൻ്റെ പുക ചുരുളുകളായി വായുവിലേക്ക് ഊതി. അകലെ കൂർഗാലിയിൽ നിന്നും പ്രകാശം കാണാം. പ്രേതക്കോട്ടയിൽ നിന്നുള്ള പ്രകാശം പോലെ മരുഭൂമിയുടെ നടുവിലുള്ള ആ പ്രകാശം ഭീകരമായി തോന്നി. ആ പ്രകാശങ്ങൾ അടുത്തടുത്ത് വന്നു. രാത്രിയും പകലുമില്ലാതെ അത്യധ്വാനം ചെയ്യുന്ന സ്വർണ്ണാന്വേഷികളുടെ ആ അഭയ കേന്ദ്രം കടന്ന് ട്രെയിൻ മുന്നോട്ട് കുതിച്ചുപോയി. ശക്തിയായ കാറ്റ് മണൽക്കാട്ടിൽ വന്നടിക്കുന്ന ശബ്ദം അവ്യക്തമായി കേൾക്കാം. എഞ്ചിൻ്റെ ശബ്ദം ആ ശബ്ദത്തെ കീഴ്പ്പെടുത്തി കളഞ്ഞു. പെട്ടെന്ന് ട്രെയിൻ നിന്നു. കമ്പാർട്ട്മെൻറ്റുകൾ കൂട്ടിമുട്ടുന്ന ശബ്ദം പാട്രിക് കേട്ടു. എന്താണ്? എന്തുപറ്റി? പാട്രിക്കിൻ്റെ കൂടെ യാത്ര ചെയ്തിരുന്ന പുരുഷൻ പരിഭ്രമത്തോടെ ചോദിച്ചു. എന്തുപറ്റിയെന്നറിയില്ല. ട്രെയിൻ പെട്ടെന്ന് നിന്നു, പാട്രിക് പറഞ്ഞു. വല്ല അപകടവും സംഭവിച്ചിരിക്കുമോ? എങ്കിൽ ഈ മരുഭൂമിയിൽ നാം എന്തു ചെയ്യും? രാത്രി 10 മണിയായിട്ടുള്ളൂ, യാത്രക്കാരിൽ ഒരു വാച്ചിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. പാട്രിക് കമ്പാർട്ട്മെൻറ്റിൽ നിന്നും പുറത്തിറങ്ങി. യാത്രക്കാരെല്ലാവരും പരിഭ്രാന്തരായിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഒന്ന് മാത്രം അറിയാം, ട്രെയിൻ നിന്നു. പതിവിലേറെ ഇരുട്ട് ആ രാത്രിക്കുണ്ടായിരുന്നു. അമ്പരത്തിൽ കറുത്ത മേഘ കഷ്ണങ്ങൾ വലിയ കടവാവലുകളെ പോലെ എഴിഞ്ഞു നടന്നിരുന്നു. ചന്ദ്രിക ഒരു മേഘത്തിനുള്ളിൽ ഒളിച്ചിരുന്നു. അങ്ങിങ്ങായി താരകൾ കണ്ണു ചിമ്മി പ്രകാശിക്കുന്നുണ്ട്. കണ്ണെത്താത്ത ദൂരത്തിൽ പരന്നു കിടക്കുന്ന മണൽക്കാട്. യാതൊരു ജീവജാലങ്ങളുടെയും ലക്ഷണം അവിടെയുണ്ടായിരുന്നില്ല. എങ്ങും നിശബ്ദത, ഏകാന്തത. അടുത്ത കമ്പാർട്ട്മെൻറ്റിൻ്റെ മുൻപിൽ ഒരു ചുവന്ന പ്രകാശം മിന്നിമറയുന്നത് പാട്രിക് കണ്ടു. ആ മുറിയുടെ വാതിലിന് അഭിമുഖമായി തറയിൽ പാളത്തിന് സമീപത്തായി ഒരു കറുത്ത കോട്ടുധാരിയായ മനുഷ്യൻ നിൽക്കുന്നത് ഇരുണ്ട വെളിച്ചത്തിൽ അദ്ദേഹം കണ്ടു. തലയിലെ ഹാറ്റ് മുഖത്തേക്ക് ചരിച്ചു വച്ചിരിക്കുന്നതിനാൽ മുഖം വ്യക്തമല്ല. അയാളുടെ കയ്യിൽ ഒരു ബാഗുമുണ്ടായിരുന്നു. ആ വാതിൽക്കൽ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു. ഇരുട്ടിൽ നിന്ന മനുഷ്യൻ്റെ നേരെ അവൾ എന്തോ ആംഗ്യം കാണിച്ചു. അയാൾ തല കുലുക്കിയ ശേഷം ബാഗ് ആ സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിച്ചു. അതിനുശേഷം അയാൾ മണരാലിന്യത്തിലെ ഇരുട്ടിലേക്ക് ഓടിപ്പോയി. പാട്രിക് ആ സ്ത്രീയെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവിടെ പ്രകാശമില്ലാതിരുന്നതിനാൽ അദ്ദേഹത്തിന് അവളുടെ മുഖം കാണാൻ കഴിഞ്ഞില്ല. അവൾ കമ്പാർട്ട്മെൻറ്റിലെ പ്രകാശമുള്ള ഭാഗത്തെത്തിയപ്പോൾ അദ്ദേഹം അവളെ വ്യക്തമായി കണ്ടു. മരിയ ബ്രൗൺ. അവളുടെ കസിൻ പെർത്തിലാണെന്നാണല്ലോ പറഞ്ഞത്. പിന്നെന്താ അവൾ അഡ്ലൈഡിലേക്ക് പോകുന്നത്? അവൾക്ക് ബാഗ് നൽകിയ മനുഷ്യൻ ആരാണ്? അവൾ പറഞ്ഞതെല്ലാം കള്ളമാണ്. പാട്രിക് അവളെ നോക്കി. മറ്റു യാത്രക്കാരെ പോലെ പരിഭ്രമമൊന്നും അവൾക്കില്ല. ബാഗ് അടുത്ത് വച്ചുകൊണ്ട് ജാലകത്തിലൂടെ വെളിയിലേക്ക് നോക്കിയിരിക്കുകയാണ് യാതൊന്നും അറിയാത്ത കുട്ടിയെപ്പോലെ. തണുപ്പിൻ്റെ കാഠിന്യം വർദ്ധിച്ചു വന്നു. പാട്രിക് തനിക്ക് പ്രിയപ്പെട്ട സിഗരറ്റിന് തീ കൊളുത്തി. യാത്രക്കാരുടെ പരിഭ്രമം അപ്പോഴും മാറിയിരുന്നില്ല. ട്രെയിനിലെ ഉദ്യോഗസ്ഥന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയായിരുന്നു. യാത്രയ്ക്ക് യാതൊരു തടസ്സം ഇല്ലെന്നും ഉടനെ തന്നെ യാത്ര ആരംഭിക്കുമെന്നും പറഞ്ഞ് അവർ യാത്രക്കാരെ സമാധാനിപ്പിച്ചു കൊണ്ടിരുന്നു. പാട്രിക് ഒരു ഉദ്യോഗസ്ഥനെ സമീപിച്ച് ട്രെയിൻ നിൽക്കുവാനുള്ള കാര്യം എന്താണെന്ന് അന്വേഷിച്ചു. ട്രെയിൻ കൂൾഗാറിൽ കഴിഞ്ഞ് വളരെ വേഗത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ഏകദേശം 150 വാര അകലത്തിലായി ഒരു ചുവന്ന പ്രകാശഗോളം കണ്ടു. അപകടത്തെ കാണിക്കുന്ന സിഗ്നൽ ആയിരിക്കുമെന്ന് എഞ്ചിൻ റൂമിലുള്ളവർ കരുതി. ഉടൻ തന്നെ ട്രെയിൻ നിർത്തുകയും ചെയ്തു. വളരെ പെട്ടെന്ന് വണ്ടി നിർത്തിയതുകൊണ്ട് കമ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടി. ട്രെയിനിൽ നിന്നും അകലെ കണ്ടിരുന്ന പ്രകാശഗോളം അപ്രത്യക്ഷമായി. 2 ജോലിക്കാർ പ്രകാശം കണ്ട ഭാഗത്തേക്ക് ഓടിച്ചെന്നു. എന്നാൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. റെയിൽപാതയ്ക്ക് യാതൊരു തകരാറുമില്ല. ഉടനെ തന്നെ യാത്ര തുടരാം, ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഉദ്യോഗസ്ഥൻ പോയി കഴിഞ്ഞപ്പോൾ പാട്രിക് വെളിയിലേക്ക് നോക്കി നിന്നു. എന്തിനാണ് ട്രെയിൻ നിർത്തിച്ചതെന്ന് അദ്ദേഹം ഊഹിച്ചു. മരിയയുടെ കയ്യിൽ ഒരു ബാഗ് കൊടുക്കുന്നതിന് വേണ്ടി മാത്രം. ആ ബാഗിൽ എന്തായിരിക്കും? അവളുടെ ഓരോ ചലനങ്ങളും നോട്ട് ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ട്രെയിൻ വീണ്ടും ഓടിത്തുടങ്ങി. പാട്രിക് ഒരു സിഗരറ്റ് പുകച്ചുകൊണ്ട് ജാലകത്തിലൂടെ വെളിയിലേക്ക് നോക്കിയിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ കൂൾഗാർലിയിൽ നിന്നുള്ള പ്രകാശം അകലെ കണ്ടു. ട്രെയിൻ അതിവേഗത്തിൽ ആ സ്വർണ്ണഖനിയെ സമീപിച്ചു കൊണ്ടിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ കൂൾഗാർലിയും കടന്ന് അത് മുൻപോട്ട് പോയി. പാട്രിക് തൻ്റെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് വാതിൽക്കലേക്ക് നടന്നു. വാതിൽ തുറന്ന് അദ്ദേഹം അടുത്ത മുറിയുടെ മുൻപിലെത്തി. തെക്കുനിന്നുള്ള കാറ്റ് കമ്പാർട്ട്മെൻറ്റുകളിൽ ശക്തിയായി വന്നടിച്ചുകൊണ്ടിരുന്നു. പാട്രിക് മുറിയുടെ വാതിലിൽ തള്ളി. അത് മലർക്കെ തുറന്നു. ആ മുറിയിൽ 6 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 5 പേരും ഉറക്കമാണ്. മരിയ മാത്രം ബാഗും മടിയിൽ വെച്ച് ജാലകത്തിലൂടെ വെളിയിലേക്ക് നോക്കിയിരിക്കുകയാണ്. അവളുടെ ചുണ്ടിൽ ഒരു സിഗരറ്റ് പുകയുന്നുണ്ട്. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾ ജാലകത്തിൽ നിന്നും ദൃഷ്ടികൾ പിൻവലിച്ചു. ഹലോ, മിസ് മരിയ ബ്രൗൺ. പാട്രിക് അവളുടെ അടുത്തേക്ക് നടന്നു. യാദൃശ്ചികമായി പാട്രിക്കിനെ കണ്ട മരിയ ഒന്നും പരിഭ്രമിക്കാതിരുന്നില്ല.
അദ്ദേഹത്തെ ഈ ട്രെയിനിൽ വെച്ച് കണ്ടുമുട്ടുമെന്ന് അവൾ കരുതിയിരുന്നില്ല. അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഉറങ്ങിക്കിടന്ന ഒരു യാത്രക്കാരൻ കണ്ണു തുറന്നു നോക്കി. ട്രെയിനിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനായിരിക്കും എന്ന് കരുതി അയാൾ വീണ്ടും ഉറക്കം തുടങ്ങി. പാട്രിക് അവളുടെ മുഖത്തേക്ക് നോക്കി. ഉറക്കം വിളിച്ച് കാറ്റ് കൊണ്ടതിനാൽ അവളുടെ മുഖത്ത് അല്പം വിളർച്ച ബാധിച്ചിട്ടുണ്ട്. എങ്കിലും മുറിയിലെ മഞ്ഞപ്രകാശത്തിൽ ആ മുഖം കൂടുതൽ ആകർഷകമായി തോന്നി. ഭവതി എന്താണ് ഉറക്കം വിളിച്ചിരിക്കുന്നത്? അഡ്ലൈഡിലെത്താൻ ഇനിയും മണിക്കൂറുകൾ കഴിയണമല്ലോ, അദ്ദേഹം അവൾക്ക് അഭിമുഖമായി ഇരുന്നു കൊണ്ട് പറഞ്ഞു. അവൾ മനോഹരമായി ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ഭവതിയുടെ കസിൻ പെർത്തിലാണെന്ന് പറഞ്ഞിട്ട്? പാട്രിക് അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ മുഖം മങ്ങുന്നത് അദ്ദേഹം കണ്ടു. ഭവതിയുടെ ആരെങ്കിലും അഡ്ലൈഡിലുണ്ടോ? എൻ്റെ കസിൻ അവിടെ ഹോസ്പിറ്റലിലുണ്ട്. എന്തു പറ്റി? അദ്ദേഹം അത്ഭുതത്തോടെ ചോദിച്ചു. ഔദ്യോഗിക കാര്യങ്ങൾക്കായി അഡ്ലൈഡിലെത്തിയ അദ്ദേഹത്തിൻ്റെ കാർ ആകസ്മികമായി ഒരു ട്രക്കുമായി കൂട്ടിയിടിച്ചു. വളരെയധികം പരിക്കുകളുണ്ടെങ്കിലും അദ്ദേഹം മരിച്ചിട്ടില്ല. അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിൽ നിന്നാണ് ഈ വിവരം ഞാൻ അറിഞ്ഞത്. അവൾ പറഞ്ഞ വിവരമൊക്കെയും കള്ളമാണെന്ന് പാട്രിക് മനസ്സിൽ കുറിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുകയായിരിക്കും. അതെ, ദുഃഖം അനുഭവിക്കുന്ന പോലെ അവൾ പറഞ്ഞു. പാട്രിക് ഉള്ളാലൊന്ന് ചിരിച്ചു. പാവം പെണ്ണ്. അവളുടെ വാക്കുകൾ താൻ വിശ്വസിച്ചുവെന്നാണ് അവളുടെ ധാരണ. തന്നെപ്പറ്റി അവൾ എന്തറിയുന്നു? അവൾ അജ്ഞാതനായ ആ മനുഷ്യനോട് ബാഗു വാങ്ങിയതൊന്നും ആരും കണ്ടില്ലെന്നാണ് വിചാരിക്കുന്നത്. പാട്രിക് ഒരു സിഗരറ്റ് കത്തിച്ചുകൊണ്ട് മറ്റുള്ള കുറച്ച് ആളുകളുമായി സംസാരിച്ചു. ബ്രിട്ടീഷുകാരുടെ സാഹസികതയെപ്പറ്റിയും മറ്റും അതവൾക്ക് ഇഷ്ടപ്പെട്ടു. അല്പം കഴിഞ്ഞപ്പോൾ അവൾ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു. കൈയും മുഖവും ഒന്ന് കഴുകണം, വളരെ ക്ഷീണം തോന്നുന്നു. അവൾ പറഞ്ഞത് ശരിയാണെന്ന് പാട്രിക്കിന് തോന്നി. അവൾ കൂടുതൽ ക്ഷീണിതയായിരുന്നു. അനുവാദത്തിന് കാത്തു നിൽക്കാതെ അവൾ ബാത്റൂമിലേക്ക് നടന്നു. ബാത്റൂമിൻ്റെ വാതിൽ തുറന്ന് അടയുന്ന ശബ്ദം അദ്ദേഹം കേട്ടു. പാട്രിക് അവളുടെ സീറ്റിലിരുന്ന ബാഗെടുത്ത് അത് ഒരു ചെറിയ താഴുകൊണ്ട് പൂട്ടപ്പെട്ടതായിരുന്നു. അദ്ദേഹം ബാഗിൽ വിരലമർത്തി. എന്തോ അതിൽ തിക്കി നിറച്ചിട്ടുണ്ട്. എന്തായിരിക്കും ഇതിൽ? ഒന്നുമില്ലെങ്കിൽ ട്രെയിൻ തടഞ്ഞു നിർത്തി ഈ ബാഗ് ഏൽപ്പിക്കേണ്ട കാര്യമില്ല. വിലപിടിപ്പുള്ള എന്തെങ്കിലും ഇതിൽ കാണും. ഒരു ചെറിയ കാന്തത്താക്കോൽ ഉപയോഗിച്ച് പാട്രിക് അതിൻ്റെ പൂട്ട് തുറന്നു. കുറേ തുണി കഷ്ണങ്ങൾ പാട്രിക് കണ്ടു. തുണികൾക്കിടയിൽ വിരൽ കൊണ്ട് തിരഞ്ഞു. ബാഗിൻ്റെ മധ്യത്തിൽ എന്തോ കട്ടിയുള്ള സാധനം വിരലുകളിൽ തടഞ്ഞു. പാട്രിക് അത് പുറത്തെടുത്തു. സ്വർണം. 10 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയും 2 സെൻറ്റിമീറ്റർ ഘനവുമുള്ള 15 സ്വർണ്ണക്കട്ടികളുണ്ടായിരുന്നു. ഓരോന്നിലും ഇസഡ് എന്ന അടയാളവും ഉണ്ടായിരുന്നു. സ്വർണം ബാഗിനുള്ളിൽ തന്നെ വെച്ച് യാതൊരു സംശയവും ഉണ്ടാക്കാത്തക്ക വിധത്തിൽ ബാഗ് അടച്ചു പൂട്ടി. പെട്ടെന്ന് എന്തോ തോന്നിയിട്ടെന്ന വണ്ണം പാട്രിക് ബാത്റൂമിനടുത്തേക്ക് നടന്നു. ബാത്റൂമിൻ്റെ വാതിലിനടുത്തെത്തിയപ്പോൾ ഉള്ളിൽ നിന്ന് ആരോ സംസാരിക്കുന്ന ശബ്ദം അദ്ദേഹം കേട്ടു. തന്നെ പറ്റിയാണ് അവൾ സംസാരിക്കുന്നതെന്ന് പാട്രിക്കിന് മനസ്സിലായി. അദ്ദേഹം ചാരിയിട്ടിരിക്കുന്ന വാതിലിൻ്റെ വിടവിലൂടെ ഉള്ളിലേക്ക് നോക്കി. അവൾ ആ വയർലെസ് യന്ത്രത്തിലൂടെ നിഗൂഢ കേന്ദ്രത്തിലേക്ക് സംസാരിക്കുകയാണ്. തന്നെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ കേന്ദ്രത്തിലേക്ക് അറിയിക്കുന്നതിന് മുൻപായി അവളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി. കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും റിവോൾവർ എടുത്തുകൊണ്ട് അദ്ദേഹം വാതിൽ തള്ളി തുറന്നു. നിറത്തോക്കുമായി നിൽക്കുന്ന പാട്രിക്കിനെ കണ്ട് ഒരു നിമിഷം അവൾ പകച്ചു നിന്നുപോയി. റിവോൾവർ അവളുടെ നേരെ നീട്ടിക്കൊണ്ട് വയർലെസ് യന്ത്രം ഓഫ് ചെയ്യാൻ അദ്ദേഹം ആംഗ്യം കാണിച്ചു. അവളോട് സംസാരിച്ചാൽ ആ ശബ്ദം വയർലെസ് യന്ത്രം കേന്ദ്രത്തിലെത്തിക്കുമെന്നും മരിയ അപകടത്തിലായി എന്ന് അവർ മനസ്സിലാക്കുമെന്നും അദ്ദേഹം കരുതി. അവൾക്ക് യാതൊരു അപകടവുമില്ലെന്ന് അവരെ അറിയിക്കണം. മരിയയുടെ ശരീരം ഭയം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. അവൾ വേഗം യന്ത്രം ഓഫ് ചെയ്തു. ഞാൻ പറയുന്നത് അതേപടി അനുസരിക്കണം, പാട്രിക് പറഞ്ഞു. അല്ലെങ്കിൽ ഈ റിവോൾവറിലെ ബുള്ളറ്റ് തൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോകും. മരിയ ഒരു വിരൽ കൊണ്ട് യന്ത്രം ഓൺ ചെയ്യാൻ തുടങ്ങുന്നത് അദ്ദേഹം കണ്ടു. വേഗം റിവോൾവർ അവളുടെ നെഞ്ചിന് നേരെ അടുപ്പിച്ചു. അവൾ വിരൽ പിൻവലിച്ചു. നീ ഇവിടെ സുഖമായി യാത്ര ചെയ്യുന്നുവെന്നും നിന്റെ സംശയം വെറും തോന്നലാണെന്നും നീയുമായി സംഭാഷണം ചെയ്ത ആളെ അറിയിക്കുക. അയാൾ വിശ്വസിക്കുന്ന തരത്തിലായിരിക്കണം. അനുസരിച്ചില്ലെങ്കിൽ യന്ത്രം ഓൺ ചെയ്യൂ. ഗത്യന്തരമില്ലാതെ മരിയ വീണ്ടും വയർലെസ് പ്രവർത്തിപ്പിച്ചു. സാർ, പാട്രിക്കിനെ പറ്റിയുള്ള എൻ്റെ സംശയം വെറും തോന്നലായിരിക്കാനും മതി. ബാഗിനെ പറ്റിയുള്ള യാതൊന്നും അയാൾ ചോദിച്ചില്ല. അതിനാൽ അയാളൊരു കുറ്റാന്വേഷകനാണെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ സംശയമെല്ലാം വെറും യാദൃച്ഛികമായിരുന്നെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അവൾ യന്ത്രം ഓഫ് ചെയ്തു. ഡിറ്റക്റ്റീവ് പാട്രിക് ഒന്ന് ചിരിച്ചു. ഗുഡ്, യന്ത്രം എൻ്റെ കയ്യിൽ തരൂ. അവൾ അനുസരിച്ചു. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ആയുധമുണ്ടോ? അവൾ മറുപടി പറഞ്ഞില്ല. പാട്രിക്കിനെ തുറച്ചു നോക്കുക മാത്രം ചെയ്തു. ആയുധമെടുക്കൂ. അവൾ ഉടുപ്പിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ കൈത്തോക്കെടുത്ത് നീട്ടി. നിലത്ത് വയ്ക്കൂ. ചിലപ്പോൾ താൻ കൈനീട്ടുന്ന അവസരത്തിൽ അവൾ നിറയൊഴിക്കാൻ മടിക്കുകയില്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. അവൾ കൈത്തോക്ക് നിലത്ത് വെച്ചു. അവളുടെ കയ്യിൽ വേറെ യാതൊരു ആയുധവും ഇല്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. മുറിയിലേക്ക് നടക്കാം. പാട്രിക്കിൻ്റെ മുൻപിൽ ഒരു യന്ത്രം കണക്കെ അവൾ നടന്നു. ട്രെയിനിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കരുത്. അവൾ സീറ്റിൽ ചെന്നിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു. പാട്രിക് ട്രെയിനിലെ ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചു. അയാൾ അടുത്ത് വന്നപ്പോഴേക്കും മരിയ സീറ്റിൽ നിന്നും മറിഞ്ഞു വീണു. അവൾ തൻ്റെ വിരലുകൾക്കിടയിലെ വൈരമോതിര വിഴുങ്ങി ആത്മഹത്യ ചെയ്തു. അവളെ തന്നെ നോക്കിക്കൊണ്ട് പാട്രിക് ഒരു നിമിഷം നിന്നുപോയി. കഥ തുടരും.